നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുന്നു, അഭിഷേകത്തോടെ കൽപ്പിക്കുന്നു. അപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാനാണല്ലോ അപ്പ അങ്ങ് വന്നിരിക്കുന്നത്. ഇന്ന് ഭവനങ്ങൾക്കകത്ത് കർത്താവ് അവരുടെ ജീവിതത്തിന്റെ അകത്ത്, ആ രോഗത്തിന്റെ അകത്ത്, പ്രതിസന്ധിക്കകത്ത്, കടഭാരത്തിന്റെ അകത്ത്, സമാധാനമില്ലാത്ത കുടുംബ ജീവിതത്തിന്റെ അകത്ത്, തലമുറകളുടെ വഴിമുട്ടിയ അവസ്ഥയ്ക്കകത്ത് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന മേഖലകളെ ആ സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസുകളെ വെട്ടി പ്രാർത്ഥിക്കുന്നപ്പ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മളെ ശക്തീകരിക്കുന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് വേഗത്തിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തിൽ നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തിയാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ വചനത്തിൽ ശക്തിപ്പെടുവാനും ദൈവം നമ്മളെ ഇന്ന് സഹായിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. സിസ്റ്ററെ എന്ന് കേൾക്കുന്നുണ്ടോ? പുഷ്പ സിസ്റ്റർ ഉണ്ടോ? വന്നിട്ടുണ്ടോ? പുഷ്പ സിസ്റ്റർ എത്തിയായിരുന്നോ? ഏത് പേരിൽ ഇറക്കുന്ന എനിക്ക് അറിയത്തില്ല. ഓക്കെ, നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ നിങ്ങൾ മ്യൂട്ട് ചെയ്താട്ടെ. ഈ സമയത്ത് ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റണ്ട. നമുക്ക് ഒരുമിച്ച് ഏറ്റു പറയാം. എല്ലാവരും കണ്ണടച്ചുകൊണ്ട് വിശ്വാസ കണ്ണ് തുറന്നുകൊണ്ട് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനായെന്ന് എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ ഒരു രോഗത്തിനോ ഒരു രോഗശക്തിക്കോ ഒരു രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുവാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടുവിച്ചയക്കുവാനും ദൈവത്തിന്റെ പ്രസാദവർഷം അറിയിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും മുടന്തനെ എണീപ്പിക്കുവാനും ചുടന് കേൾവി കൊടുക്കുവാനും ഊമനെ സംസാരിപ്പിക്കുവാനും തളർവാദ രോഗി എണീപ്പിക്കുവാനും മരിച്ചതിനെ എണീപ്പിക്കുവാനും കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. സിസ്റ്റർ എത്തിയിട്ടുണ്ടോ? പുഷ്പാസ്റ്റർ എന്ന് വന്നിട്ടുണ്ടോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ? സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഏത് പേരിലാന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ സിസ്റ്റർ പേര് കണ്ടില്ല. ഓക്കെ, സാധാരണ വേറെ പേരിലാണ് വരുന്നത്. ഞാൻ കോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആമേൻ. കർത്താവ് നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവിന് നമ്മളെ നിറയ്ക്കുക തന്നെ ചെയ്യും. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ട വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാണ്. പ്രാർത്ഥന എന്ന ആത്മയുദ്ധം, അതായത് സ്പിരിച്വൽ വാർഫെയർ ആണെന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വചനത്തിന്റെ തുടർച്ചയായിട്ട് പോവുകയാണ്. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് ഇതാണ്: ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. Jesus said the spirit is willing but the flesh is weak. അപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. So Jesus said watch and pray. അപ്പൊ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ കുറച്ച് നേരമായിട്ട് ഞാൻ ആ വചനത്തിന്റെ പുറകെയായിരുന്നു. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെ പറഞ്ഞു തരുവാൻ ഇടയായി തീർന്നു. Holy Spirit spoke to me in different ways. ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട. കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത് പറയുവാനും കർത്താവിൽ നിന്ന് കേട്ടത് പറയുവാനും അത് ഗ്രഹിക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ എല്ലാ ദുരുപദേശങ്ങളെയും തകർത്തുകൊണ്ട് കർത്താവ് അത് ഊട്ടി ഉറപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ മഹത്വം എല്ലാം അങ്ങേക്കുള്ളതപ്പ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. Let's pray and go forward. ഇന്ന് വേഗത്തിൽ തന്നെ ഞാൻ വാക്യം എടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് വചനത്തിലേക്ക് ഒന്ന് പോകാം. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ ഇടയായിത്തീരും. Let the word of God work in us richly.
അതിനായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ ഇന്നലെ വന്ന ആ ബാക്കി ഭാഗത്തിലേക്ക് ഒന്ന് പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം യേശു പറഞ്ഞത് ആ വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അതിന്റെ 26-ാം വാക്യത്തിൽ അതിന്റെ 40-ാമത്തെ വാക്യം നിങ്ങളെ കാണാൻ പറ്റുന്നുള്ള യേശു പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. Stay awake and pray that you will not fall into temptation. The spirit is willing, but the flesh is weak. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് ഇന്ന് പ്രാർത്ഥന എന്നുള്ളത് കേൾക്കാൻ വേണ്ടി പോവാണ്. What is prayer that we're going to hear today? നമുക്കറിയാം, നമുക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിന്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ, അതായത് നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നതാണ് പൊതുവെ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലേ? What we call prayer is getting to know God, the things about you. കണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു വാക്യം എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് വരാം. Let's take a word, then we come. വിലാപങ്ങളുടെ പുസ്തകം Lamentations, അതിന്റെ 3-ാം അധ്യായം 3rd chapter, അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 44th scripture says, ഞങ്ങളുടെ പ്രാർത്ഥന കിടക്കാതെ വക്കവണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചിരിക്കുന്നു. you have covered yourself with a cloud that our prayer should not pass through. നിങ്ങൾക്കറിയാം, ഈ മേഘം കൊണ്ട് അഥവാ ക്ലൗഡ് കൊണ്ട് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഈ എഴുത്തുകാരൻ പറയുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കിടക്കാതിരിക്കുവാൻ മേഘം കൊണ്ട് അതിനെ മറച്ചിരിക്കുന്നു. You shrouded yourself with a cloud so that no prayer can get through. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുന്നതാണ്, ഒരു യാത്രയാണ്. Prayer is in a journey to reach God's presence. നിങ്ങൾക്കറിയാം, ബൈബിളിൽ ഉടനീളം ഈ ക്ലൗഡ് അഥവാ മേഘത്തെ പറ്റി പലയിടങ്ങളിലും കാണാൻ പറ്റും. ആകാശം, മേഘം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. The word of God says many places about cloud and sky and stuff. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 10-ൽ പറയുന്നു, യേശു വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളർന്നിരിക്കുന്നതും ആത്മാവ് പ്രാവ് പോലെ താഴേക്ക്. അപ്പൊ ആകാശം പിളർന്നു, നോക്കിയേ, ആകാശം തുറന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. Mark 1:10 said, when Jesus was coming up out of the water, he saw the heavens splitting apart and spirit descending on him like a dove. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു, അതിന്റെ 10-ാം അധ്യായത്തിന്റെ 11-ൽ പറയുന്നു, ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി 4 കോണും കെട്ടിരിക്കുന്നതും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു പാത്രം പത്രോസ്ലീഹ കാണുകയാണ്. In Acts, Peter saw a cloth coming down from heaven. അപ്പൊ ഇവിടെ നോക്കുക, പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നത് ഈ ആകാശ മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സ്ഥലത്തെയാണ് അഡ്രസ് ചെയ്യുന്നത്. The prayer reaches somewhere outside the heavens. നിങ്ങൾക്കറിയാം, സ്പിരിച്വൽ വാർഫെയർ അഥവാ ആത്മയുദ്ധം എന്ന് പറയുന്നത് നമുക്ക് അദൃശ്യമായ ഒരു മണ്ഡലത്തിൽ നടക്കുന്നതാണ്, ലോകത്തിൽ നടക്കുന്നതാണ്. Spiritual warfare happens in a place which is unseen to us. അപ്പൊ യേശു പറയുന്നു, ആത്മാവോ ഒരുക്കമുണ്ട്, പക്ഷെ ജഡത്തിൽ ബലഹീനതയുണ്ട്. Jesus says spirit is willing but the flesh is weak. അപ്പൊ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. So watch and pray. ഇവിടെ നോക്കുക, അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തണം. When you pray, your prayer should reach God. നമുക്കറിയാം, നമ്മൾ കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥനയെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. God listens to our prayer. നോക്കുക, അപ്പൊ ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ യാത്ര ചെയ്യുകയാണ്. In God's presence, your prayer is traveling to God. ഈ പ്രയർ എന്ന വാക്കിന് 2 അർത്ഥം കൊടുത്തേക്കുന്നു. ഒന്ന് ഇന്റർസെക്ഷൻ എന്നും സപ്ലിക്കേഷൻ എന്നൊരു വാക്ക് കൊടുത്തേക്കുന്നത്. 2 കാര്യങ്ങളാണ് അതിന്റെ ഗ്രീക്ക് വേർഡിൽ. പ്രയർ എന്ന വാക്കിന്റെ അർത്ഥം Prayer is either supplication or intercession. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? സിസ്റ്റർ ഒന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇന്റർസെക്ഷൻ ആൻഡ് സപ്ലിക്കേഷൻ എന്നുള്ളത് നോർമലി. What is intercession? What is supplication? അഭയയാചന. അതായത് നമ്മൾ ഒരു കാര്യത്തെ മുൻനിരയിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ലേ? മധ്യസ്ഥ പ്രാർത്ഥന എന്നും ഇന്റർസെഷൻ എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന, മറ്റൊന്ന് സപ്ലിക്കേഷൻ എന്നുള്ളത്
അഭയയാചന. അതിന്റെ അർത്ഥം നമ്മൾ എന്തോ ഒരു കാര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദൈവത്തോട് ചോദിക്കുക അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥമാണ് ഒരു കാര്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട്, അഥവാ മധ്യസ്ഥം വഹിക്കുക അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അതിനുവേണ്ടി ജാഗരിക്കുക എന്നൊക്കെ പല അർത്ഥമാണ് അതിന് വന്നിരിക്കുന്നത്. സപ്ലിക്കേഷൻ ആണ് ഇന്റർസെക്ഷൻ എന്നുള്ളത്. Some particular subject you put in front of you. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നടക്കത്തില്ല. Most of your prayer might not happen കാര്യം നിങ്ങളുടെ പ്രാർത്ഥന ട്രാവൽ ചെയ്യണം. because it has to travel to God. ഇവിടെ വിലാപങ്ങളുടെ പുസ്തകം വായിക്കുക. നമ്മുടെ പ്രാർത്ഥന കടക്കാൻ തക്കവണ്ണം, അതായത് പ്രാർത്ഥന അങ്ങോട്ട് കടക്കാതിരിക്കാൻ തക്കവണ്ണം മേഘം കൊണ്ട് അതിനെ മറച്ചിരിക്കുന്നു. Lamentation says, so that no prayer can get through, you have shrouded yourself with a cloud. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി ആകാശത്തൊത്ത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്, തടഞ്ഞു എന്ന് എഴുതിയൊരു വാക്യമുണ്ട്. Which books, brother? ഏത് book? എടുക്കണ്ട സിസ്റ്റർ, പറഞ്ഞാൽ മതി. പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു എന്നൊരു വാക്യമുണ്ട്. In the Old Testament, we read that one prayer was hindered. നോക്കിക്കേ, അപ്പൊ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഒരു എന്തൊക്കെയോ, അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിന്റെ അപ്പുറമായ ഒന്നിലേക്ക് നമ്മുടെ പ്രാർത്ഥന സഞ്ചരിക്കുന്നു. Our prayer travels to an unseen place from where we pray from. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഒരു വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ആ ശമൂവേലിന്റെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ അകത്ത് ആ വാക്യം ഒന്ന് വായിക്കാം. 7-ാം വാക്യം വായിച്ചു നിൽക്കുന്നത് അല്ലേ? 7:24 അല്ലേ? 27. ഞാനിവിടെ വായിക്കാം, 27 വായിക്കാം. ഞാൻ നിനക്കൊരു ഗൃഹം പണിയുമെന്ന് നീ അടിയന് വെളിപ്പെടുത്തിയത് കൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നിന്നോട് ഈ പ്രാർത്ഥന കഴിപ്പാൻ അടിയന് ധൈര്യം പ്രാപിച്ചു. മിസ്റ്റർ, എനിക്ക് വന്നത് നമ്മൾ പറഞ്ഞതുപോലെ ആ NET ഒന്ന് വായിച്ചാൽ അത് കറക്റ്റ് കിട്ടും ആ അർത്ഥം. അത് വായിച്ചു. Your servant has had the courage to pray this prayer to you because, O God of Israel, you promised your servant that I will build you a dynastic house. നോക്കിക്കേ, എനിക്കൊരു ധൈര്യം അവിടെ ലഭിച്ചു എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? I got a courage to pray to you. നോക്കിക്കേ, അപ്പൊ പ്രാർത്ഥിക്കുവാൻ ഒരു ധൈര്യം. നോക്കിക്കേ, അപ്പൊ പ്രാർത്ഥിക്കുവാൻ ഈ ഭക്തന് ഒരു ധൈര്യം കിട്ടിയതിന്റെ കാരണം യഹോവ എന്നോട് പറഞ്ഞു ഒരു ഗൃഹം അഥവാ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുമെന്ന് അടിയനോട് വെളിപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് പ്രാർത്ഥിപ്പാൻ ഒരു ധൈര്യം കിട്ടി. Because God of Israel promised the servant that I will build you a dynastic house, that I got the courage to pray this prayer. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന വിഷയങ്ങൾ മാറിപ്പോകണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന അവിടെ ചെല്ലണം. Suppose you're praying that these things should be away from my house, then your prayer should reach God. ഓക്കെ, ദൈവസന്നിധിയിലേക്ക് ആ പ്രാർത്ഥന എത്തണമെങ്കിൽ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളണമെങ്കിൽ, if God has to hear your prayer or if your prayer has to reach God, ഇവിടെ ശമൂവേലിന്റെ പുസ്തകത്തിൽ പറയാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള ധൈര്യം എന്നാണെന്നറിയാവോ? what is my courage to pray? അങ്ങ് എന്നോട് പറഞ്ഞൊരു പ്രോമിസ് ഉണ്ട്. Because you promised me. കണ്ടോ, ആ വചനം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ധൈര്യം, അതാണ് എന്റെ പ്രാർത്ഥനയുടെ. The courage of my prayer is your promise to me. നിങ്ങൾ ഒരു സാധാരണ പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥന അവിടെ ചെല്ലുകയില്ല. If it is a normal prayer, it will not reach God. ഇവിടെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുകയാണ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. Book of Matthew says, Jesus said, watch and pray so that you will not be tempted. അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ യേശു പറയുകയാണ് എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖത്തിലായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്റെ കൂടെ ഉണർന്നിരിപ്പിനെന്ന് യേശു പറയുക. My soul is highly sorrowful, so you stay with me and pray. നിങ്ങൾ നോക്കുക, യേശു ക്രിസ്തു ഒരേ സമയം ദൈവപുത്രനും ഒരേ സമയം മനുഷ്യപുത്രനുമായി വരുന്ന ഒരു സന്ദർഭമാണ് ഈ വാക്യം. Jesus was same son of man and son of God at the same time. അതുവരെ നമ്മൾ യേശുവിനെ ദൈവത്തിന്റെ പുത്രനായ ശക്തനായി കണ്ടപ്പോൾ, when we saw Jesus as son of God and strong, ഇതുവരെ കാണാത്ത യേശുവിന്റെ ഒരു ഫേസ് അവിടെ കാണാൻ പറ്റും. here we see a face of Jesus നോക്കിക്കേ, seen until now. ആദി ദുഃഖത്തിലായിരിക്കുന്ന യേശു,
He was extremely sorrowful. നോക്കി, എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖത്തിലായിരിക്കുന്നു എന്ന് യേശു പറയുക. ഈ സ്ക്രിപ്ചർ ഏതായിരുന്നത്? സിസ്റ്റർ 38 ആണേ നമ്മളിപ്പോ വായിച്ച സങ്കീർത്തന. സോറി, വായിച്ചോ? ഞാനത് വായിക്കാൻ അയച്ചില്ലായിരുന്നു. ഓക്കെ, 26ന്റെ 38 നമ്മളിപ്പോ വായിച്ച വാക്യം തൊട്ട് മുഴുത്ത വാക്യം. നോക്കി, അപ്പൊ യേശുവിന് സിസ്റ്റർ അഥവാ നേരിട്ട് ആ വാക്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഇതിൽ നിങ്ങൾ എടുത്ത് പറഞ്ഞാലും മതി, ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അങ്ങനെ പറഞ്ഞാലും മതി. ആ വാക്യം ഞാൻ അവിടെ പറയുന്നുണ്ട്, അത് ജസ്റ്റ് അതുപോലെ ട്രാൻസ്ലേറ്റ്. അപ്പൊ നോക്കുക, അതിദുഃഖത്തിൽ യേശുവിനെ നമ്മൾ ആദ്യമായിട്ട് കാണുക. അപ്പൊ യേശുവിന്റെ അകത്തൊരു ഫൈറ്റ് നടക്കുക. അപ്പൊ യേശു പറയണം, എനിക്ക് മരണവേദന അതിദുഃഖത്തിലായിരിക്കുന്നു. ഈ ദുഃഖത്തിൽ ഇരുന്നു കൊണ്ട് യേശു പ്രാർത്ഥിക്കുവാണ്. 39 വാക്യത്തിൽ പറഞ്ഞു, യേശു അല്പം മുന്നോട്ട് ചെന്ന് കവന്നു വീണു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമെന്ന് പ്രാർത്ഥിച്ചു. എന്റെ ചോദ്യം, യേശു ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന ശരിയോ തെറ്റോ? Was it correct for Jesus to pray like or not? മനുഷ്യനെങ്കിൽ ശരിയും ദൈവപുത്രനെങ്കിൽ തെറ്റും. ഞാൻ യേശു എന്ന വ്യക്തി, അതായത് നമുക്ക് വേണ്ടി രക്ഷകനായ യേശുവിന്റെ ഈ പ്രാർത്ഥന ശരിയോ തെറ്റോ? ഈ പ്രാർത്ഥന തെറ്റാണ്. കാരണം യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്കുകൊണ്ട്, ഞാൻ മരിക്കാൻ വേണ്ടി വന്നയാളാണ് ക്രൂശിൽ. This prayer was wrong because Jesus had already told that he came to be crucified. ഞാൻ ക്രൂശിക്കുമെന്നും ഞാൻ ക്രൂശിനാൽ മരിക്കപ്പെടുമെന്നും യേശു ക്രിസ്തു മുന്നമേ പറഞ്ഞിട്ടുണ്ട്. He told beforehand that he will be crucified. അപ്പൊ യേശു പറയാ, കർത്താവേ ഈ പാനപാത്രം, അതായത് ക്രൂശ് എന്ന് പറയുന്ന പാനപാത്രം നീങ്ങിപ്പോണം. So Jesus is saying that this cup should pass. ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത് യേശുക്രിസ്തു കടന്നു പോകുന്ന, നമുക്കറിയാം യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ നിന്ന്. ഞാൻ യേശുവിനെ നെഗറ്റീവായിട്ട് പറയല്ല, കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ആത്മാവ് ഒരുക്കമുണ്ട്, ജഡമോ ബലഹീനം അത്രേ. So Jesus is teaching here that his spirit was willing but the flesh was weak. യേശുവിന് മനസ്സിലായി ഇതൊരു പരീക്ഷയാണ്. Jesus understood that it is a test. കാര്യം യേശുവിന് നന്നായിട്ട് അറിയാം, ഈ പാനപാത്രം കുടിച്ചെങ്കിൽ മാത്രമേ രക്ഷ എന്ന വലിയ മഹത്വം തുറക്കത്തുള്ളൂ. He knew very well that he has to drink this cup. പക്ഷെ യേശു ദൈവത്തോട് പ്രാർത്ഥി, കർത്താവ് ഇത് നീങ്ങിപ്പോണം. But he was asking, Father, let this cup move away. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, കർത്താവ് അടുത്ത് വന്നിട്ട് പറയുന്നു, നമുക്ക് വാക്യം ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്, നിങ്ങൾ സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട. 40 വാക്യത്തിൽ പറയുന്നു, പിന്നെ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് നിങ്ങൾ ഉറങ്ങുന്നത് കണ്ട് പത്രോസ്, എന്നോട് കൂടെ ഒരു നാഴിക, അതാ 1 മണിക്കൂർ പോലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? യേശു അത് പറയാൻ കാരണം യേശു ജഡത്തിൽ സ്ട്രഗിൾ ചെയ്യുകയാണ്. Couldn't you stay awake with me for 1 hour because he was struggling in the flesh? അപ്പൊ യേശു പറയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. So you should watch and pray so that you will not get. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എണീക്കാന്നല്ല അതിന്റെ അർത്ഥം. It doesn't mean that you should wake up from the sleep. അവയർനെസ്സില്. You should pray with awareness. നമുക്കറിയാം, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാ പറഞ്ഞത്. It was said elsewhere that the church prayed earnestly. ഇനി താഴേക്ക് വരുമ്പോൾ യേശു പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നോക്കി, ഈ വാക്ക് കണ്ടോ? യേശു പറ, പിതാവേ ഈ പാനപാത്രങ്ങളിൽ നീങ്ങിപ്പോണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല, കണ്ടോ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണം. 39. It's not my will but your will be done. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ ഹിതം അഥവാ എഴുതപ്പെട്ട വചനം അപ്പൊ യേശുവിന്റെ അകത്തൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. യേശു ക്രിസ്തു ആകുന്ന ശരീരം പറയുന്നു, ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്ത വരുവാണ്, ക്രൂശിൽ അടിക്കുന്നു, ചാട്ടവാറടിക്കുന്നു, അവർ ഉപദ്രവിക്കുന്നു, ക്രൂശിൽ മരിക്കപ്പെടുന്നു. അപ്പൊ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന, എല്ലാവരും തള്ളപ്പെടും, തഴയപ്പെടും, നഗ്നനായിത്തീരും. ആ ക്രൂസിഫിക്കേഷൻ മനസ്സിൽ വന്നപ്പോൾ ജഡത്തിന്റെ അകത്തുനിന്ന് ഒരു പ്രാർത്ഥന ഉണ്ടായി, ഇത് മാറിപ്പോണം. When the torment of the crucifixion came to Jesus' flesh, he wanted to ask God
take this away. എന്നാൽ യേശുവിന് മനസ്സിലായി ഈ പ്രാർത്ഥന ആത്മാവിൽ നിന്നല്ല, But Jesus knew himself ഇത് that this ദൈവത്തിന്റെ was ഇഷ്ടമല്ല. ഈ പ്രാർത്ഥന God doesn't like this prayer from the flesh. യേശു അതിനെ ഇടിച്ചു കളഞ്ഞിട്ട് ദൈവത്തോട് പറയുക, കർത്താവ് എന്റെ ഇഷ്ടമല്ല. കണ്ടോ, അപ്പൊ എന്റെ ഇഷ്ടം എന്തുവാ? എന്റെ ഇപ്പോഴത്തെ, അതായത് എന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജഡത്തിന്റെ ആഗ്രഹം ഈ ക്രൂശ് മാറിപ്പോണമെന്നാണ്. My flesh desires that this cup be taken out. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ എന്തുവാ യേശുവിനെ പറ്റി ഇങ്ങനെ പറയുന്നത്? Why I am talking about Jesus like this? വചനം വ്യക്തമായിട്ട് പറഞ്ഞു, യേശു പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. Jesus was tempted in everything except അപ്പൊ ഈ in sin. യേശുവിന് ടെംപ്ടേഷൻ വരികയാണ്, ജഡത്തിൽ ഈ പാനപാത്രം നീക്കിക്കളയുവാൻ ടെംപ്ടേഷൻ വരികയാണ്. Jesus was tempted in the flesh, ആ ടെംപ്ടേഷന്റെ അകത്തുനിന്ന് ഒരു പ്രാർത്ഥന പൊങ്ങി വന്നു. കണ്ടോ, and he was praying from the temptation. ഇതുകൊണ്ടാണ് ശമൂവേൽ പറഞ്ഞേക്കുന്നത്, കർത്താവേ എന്റെ ധൈര്യം നീ പറഞ്ഞ വാക്തത്വം ഉള്ളത് കൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുന്നത്. കണ്ടോ, That is why Book of Samuel said, I have അപ്പൊ confidence. നിങ്ങൾ എപ്പോ പ്രാർത്ഥിച്ചാലും ഒരിക്കലും വാഗൊണ്ട് നിങ്ങളുടെ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. വചനം അടിസ്ഥാനം വെച്ച് വേണം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. Don't speak your own language in prayer. Pray the promise of God. നോക്കിക്കേ, ഇവിടുത്തെ ആ വാക്യം നോക്കി. എന്നിട്ട് യേശു എന്ത് ചെയ്തു? അടുത്ത വാക്യത്തിൽ പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാം. എന്നിട്ട് നമുക്ക് ആ വാക്യം എടുക്കുന്നില്ല. പരീക്ഷയിൽ അകപ്പെടാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിന് യേശു പറഞ്ഞു. ശിഷ്യന്മാർ പിന്നെയും കിടന്നുറങ്ങി. അടുത്ത വാക്യം നോക്കി, 42 ഉണ്ടോ? രണ്ടാമതും പോയി, പിതാവേ ഞാൻ കുടിക്കാത്ത ഇത് നീങ്ങിക്കൂടാ, എങ്കിലും എന്റെ ഇഷ്ടമല്ല എന്ന് പിന്നെയും പ്രാർത്ഥിച്ചു. Again in 42 scripture, he said, if it cannot be taken out, unless I drink it, your will be done. നോക്കിക്കേ, പിന്നെ അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശു 44 വാക്യത്തിൽ വായിക്കുന്നുണ്ടോ? അവരെ വിട്ട് 44 വാക്യത്തിൽ പറഞ്ഞു, യേശു അവരെ വിട്ട് മൂന്നാമതും പോയി. ഈ വചനം ശ്രദ്ധിച്ചോണം, മൂന്നാമതും പോയിട്ട് ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. കണ്ടോ, Third time again he said the same thing once more. അപ്പൊ എന്തിനാണ് ഈ വചനം പറഞ്ഞ് യേശു പ്രാർത്ഥിച്ചത്? Why should Jesus take scripture and pray? നോക്കിക്കേ, ഞാൻ ആദ്യം പറഞ്ഞു, വചനം എന്നുള്ളത് സ്വർഗവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ഭൂമിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് വചനം. The word of God is the connection between heaven and us. നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് ഒരു ആക്സസ് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനം ആവശ്യമാണ്. Word of God give you an access to God. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ നിങ്ങൾക്ക് വചനം ബേസ് ചെയ്തേ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. If your prayer has to reach to God, you should have base in the word of God. എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഫലിക്കാത്തതെന്ന് അറിയാവോ? Why most of our prayers are not happening? കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. You keep saying your problems to God. യഹോവ നിങ്ങളുടെ പ്രാർത്ഥനയെ ശ്രദ്ധ വെച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ എന്താണ് പറയുന്നു എന്ന് ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. God listens to your prayer, everything what you say. സ്വർഗത്തെ തൊടണമെങ്കിൽ ദൈവത്തിന്റെ വചനം വെച്ച് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. You have to touch the heaven, you should speak the word of God. നോക്കിയ ശമൂവേൽ പറയാ, കർത്താവേ നീ എന്നോട് പറഞ്ഞ നിന്റെ പ്രോമിസ് ഉള്ളത് കൊണ്ട് ഞാൻ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുകയാണ്. In Samuel it says that I have your promise, so I have the courage to ask you. നോക്കിയേ, എന്റെ പ്രാർത്ഥന, നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞു, എന്റെ പ്രാർത്ഥന കിടക്കാതക്കവണ്ണം നീ മേഘത്തിൽ നിന്നെ മറച്ചിരിക്കുന്നു. Lamentation said you have covered yourself with a shroud, as cloud. നോക്കിയേ, സങ്കീർത്തനം 109:4 പറയുന്നു, എന്റെ സ്നേഹത്തിന് പകരം അവൻ എന്റെ വൈര്യം കാണിക്കുന്നു, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. എന്നേറ്റിൽ നിന്ന് വായിക്കണേ. They repay my love with accusations, but I continue to pray. In നോക്കിക്കേ, Psalm 109. ന്യൂ KJV-ലേക്ക് വരുമ്പോഴേക്കും പ്രയർ എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കൊണ്ട് കണ്ടിന്യൂ അല്ലേ? ആ വാക്ക് ഒന്ന് വായിച്ചേ. Yeah. Repay my love with accusations, but I continue to pray. കണ്ടോ, കണ്ടിന്യൂ ടു പ്രേ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. I continue to pray. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം കണ്ടിന്യൂ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ വചനം വെച്ചുകൊണ്ട് ദൈവത്തോട് ക്ലെയിം ചെയ്യുന്നതാണ് പ്രാർത്ഥന. Prayer means we are claiming the promise of God to God. കണ്ടോ, പ്രാർത്ഥന എന്നുള്ളത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്.
It is a continuous process. Prayer is a continuous നമുക്ക് മറുപടി ലഭിക്കുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. until we get our replies. We should. അപ്പൊ നമ്മുടെ ജഡത്തിന്റെ അകത്തുനിന്നുണ്ടാകുന്ന പ്രാർത്ഥനയുണ്ട്, ആത്മാവിന്റെ അകത്തുനിന്ന് വരുന്ന പ്രാർത്ഥനയുണ്ട്. Prayer might originate from the flesh or even from the spirit. യേശുവിന് മനസ്സിലായി ഇനിയും ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല. യേശു പറ, കർത്താവെ കഴിയുമെങ്കിൽ 3 വട്ടം അങ്ങനെ പറഞ്ഞു, കഴിയുമെങ്കിൽ കർത്താവെ ഈ പാനപാത്രം നീങ്ങണം, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങണം, കഴിയുമെങ്കിൽ. അപ്പം ഈ പ്രാർത്ഥന യേശുവിന് എവിടുന്ന് വന്നു? കർത്താവിന്റെ വേദനയ്ക്കകത്തുനിന്നും, കർത്താവിന്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്ന വേദനയെ മനസ്സിലാക്കിയപ്പോൾ ആ വേദനയ്ക്കകത്തുനിന്നൊരു പ്രാർത്ഥനയുണ്ടായി. കണ്ടോ? From the mental strain and from the pain from the body, Jesus prayed 3 times, let this cup be taken away. പക്ഷെ യേശു ആ പ്രാർത്ഥന ഇടിച്ചു കളഞ്ഞിട്ട് പറയുക, അവൻ അതേ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. ഏത് വചനമാണ്? എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം നടക്കണം. But then he overcame that hindrance, saying that not my will, let your നിങ്ങൾ നോക്കിയ അതിന് ശേഷമുള്ള യേശുവിനെ കണ്ടോണം. അതുവരെ പ്രാണവേദനയിൽ, മരണവേദനയിലായിരുന്ന യേശു ഇങ്ങനെ വചനം ചൊല്ലി കണ്ടിന്യൂസ് പ്രാർത്ഥിക്കണ്ട. 3 വട്ടം കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുക. Jesus prayed for 3 times continuously. കണ്ടോ? നമ്മൾ സങ്കീർത്തനത്തിലെ വാക്യം നിങ്ങൾ കണ്ടോ? But I continue to pray. Psalm 109 said he continued to pray. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു സ്ട്രെങ്ത് ഉണ്ടാകുന്ന കണ്ടോണം. അതിന്റെ 45-ാം വാക്യത്തിൽ യേശു പറയാണ്, പിന്നെ ശിഷ്യന്മാർക്കിലേക്ക് വന്നു, ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, നാഴിക അടുത്തിരിക്കുന്നു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. In 45 he said, are you still sleeping and resting? Look, the hour is approaching. കണ്ടോ? അതുവരെ യേശു പറയാം, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ഇവരോട് അപേക്ഷിച്ച് യേശു ഇപ്പൊ പറയുക, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, ഞാൻ റെഡിയായി. കണ്ടോ? Until then he was asking Peter, the disciples, to stay with him awake, but now he is saying no. കണ്ടോ? കർത്താവിന്റെ അകത്തൊരു സ്ട്രെങ്ത് വ്യാപരിക്കുന്നത് കണ്ടോ? Then the strength of God was in Jesus. കണ്ടോ? നമ്മൾ ഇന്ന് പ്രാർത്ഥനയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്, അതായത് 2ാമത്തെ പാർട്ടാണ് ഈ വചനം. ആദ്യമായിട്ട് കേൾക്കുന്നവർ യൂട്യൂബിൽ ഇന്നലത്തെ വചനം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഇന്നത്തെ വചനവും നാളത്തെ വചനം കേൾക്കുന്നത് കൂടുതൽ മനസ്സിലാവും. So the first part was yesterday, the prayer first part was yesterday. Today is the second part, tomorrow is the third part. നിങ്ങൾ നോക്കി ഈ വാക്യം കണ്ടോ? അപ്പം ഈ സമൂഹന്റെ പുസ്തകത്തിൽ പറയുന്നു, കർത്താവ് ഈ പ്രാർത്ഥന കഴിപ്പാൻ അടിയൻ ധൈര്യം പ്രാപിച്ചു എന്ന് പറഞ്ഞേക്കുന്നത്. ശമൂവേലിന്റെ പുസ്തകം അല്ലേ? Book of Samuel said, I have the courage to pray to you because of your promise. നോക്കി, എനിക്കൊരു ധൈര്യം ഉണ്ടായി പ്രാർത്ഥിക്കുവാൻ. കണ്ടോ? I have a courage to pray. നമുക്ക് പലപ്പോഴും പറഞ്ഞില്ല, കർത്താവ് എന്റെ കുടുംബത്തിലെ വിഷയങ്ങളൊക്കെ ഒന്ന് ശരിയായി കിട്ടിയ കർത്താവ് ഞാൻ സാക്ഷ്യം പറയാം എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് സങ്കടം വരാൻ കാര്യം എന്നറിയാവോ? Do you know why we get sad when we pray that when everything is fixed? നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ടാണ്. Because we struggle. എന്നാൽ നിങ്ങൾ വചനം പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സാക്ഷ്യമാകും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ When we pray according to the scripture that me and my household will serve the നോക്കി, Lord. വചനം മുമ്പിൽ വെച്ച് വേണം പ്രാർത്ഥിക്കുവാൻ. Keep the promise of God in front of you while praying. ഞാൻ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ശരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ വേദനയ്ക്കകത്തുന്നുകൊണ്ട് ഈ വേദനകളാണ് പ്രാർത്ഥനയുടെ രൂപത്തിൽ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Many times we speak of our pain to God. ഒരു കാര്യം ഓർത്തോണം, വേദനയ്ക്ക് ഒരിക്കലും അവിടെ ചെല്ലാൻ പറ്റത്തില്ല. You should remember that your pain cannot reach God. അവിടെ സ്വർഗവുമായിട്ട് കണക്റ്റഡ് ആകണമെങ്കിൽ വചനത്തിന് മാത്രമേ ഉള്ളൂ. Only word of God can connect you to the. യേശു പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. Jesus said, I am the living bread which has come from heaven. അപ്പൊ ഈ പ്രാർത്ഥന എന്നുള്ളത്, Prayer means, ഈ സപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത്, supplication is, അഥവാ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്, intercession is, നമുക്ക് കഴിയാത്തൊരു കാര്യം ദൈവത്തോട് നമുക്ക് കഴിയാത്തൊരു കാര്യത്തെ അത് കഴിയുവാനുള്ള സ്ട്രെങ്ത് ദൈവത്തോട് ചോദിക്കുന്നതാണ് പ്രയർ എന്ന് പറയുന്നത്. Prayer is the asking of God's strength to fill my
unstrength. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഒരുവൻ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് യേശു പറയാൻ കാരണം. That is why Jesus said, if one dwells in me and my word dwells in him, whatever you ask in prayer, it will be done. കണ്ടോ, വചനമാണ് ദൈവത്തിനെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിക്കുന്നത്. Word of God is the one who changes or draws God's attention towards you. അപ്പൊ നിങ്ങൾ പറയാം, അപ്പൊ ബ്രദറെ ദൈവം നമ്മുടെ നിലവിളി കേൾക്കത്തില്ലേ? So you might ask, will not God hear my cry? ദൈവം എല്ലാ നിലവിളിയും കേൾക്കത്തില്ല. God will not hear every cry. നിങ്ങൾ വിലാപങ്ങളുടെ പുസ്തകം വായിച്ചു നോക്കിയേ, അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കിടക്കാതെ വണ്ണം ഒരു മേഘം നിന്നെ മറച്ചിരിക്കുന്നു. കണ്ടോ? Lamentation said he covered himself with a shroud. കണ്ടോ? അപ്പൊ പ്രാർത്ഥന അങ്ങോട്ട് കിടക്കുന്നില്ല. Prayer is not reaching him. ഇതുകൊണ്ടാണ് പ്രാർത്ഥന ഒരു വാർഫെയർ ആണെന്ന് പറയാൻ കാരണം. മനസ്സിലായി? ഇടിച്ചു കയറി ചെല്ലുകയാണ്. That is why നിങ്ങൾ വചനം പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇടിച്ചു കയറി ചെല്ലുക അങ്ങോട്ട്. when you speak the word of God, it penetrates നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ അകത്തുനിന്ന് നിങ്ങളുടെ പ്രാർത്ഥന സഞ്ചരിക്കുകയാണ്. through the atmosphere, it penetrates. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് അതിന്റെ നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്ന. ഇവിടെ മുതൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതിയെ, പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നുമിരിക്കണമേ എന്ന് പറയുന്നുണ്ട്. May your ear be attentive and your eyes be open to hear the prayer of your servant. നിങ്ങൾ ആ വാക്കുകൊണ്ട് പ്രാർത്ഥന ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കും. Be attentive to my prayer. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുമ്പോൾ ഇതൊരു അഭയയാചനകളാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ? വെറുതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? Repeat the same prayers, Jesus said. നമ്മൾ വെറുതെ നമ്മുടെ വിഷയങ്ങൾ പറയുന്നതല്ല പ്രാർത്ഥന. Prayer is not just reciting your needs. പ്രാർത്ഥന ഒരു ഫൈറ്റ് ആണ്, സ്പിരിച്വൽ വാർഫെയർ ആണ്. Prayer is a spiritual warfare. അവിടെ വചനം എന്ന വാളുകൊണ്ട് നമ്മൾ വെട്ടി കയറി പോവുകയാണ്. It's a sword of word which you cut through with. ആമേൻ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ പാറ്റേൺ ഒരു വ്യത്യാസം വന്നു. In New Testament, there is a change in pattern. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ അകത്ത് അതിന്റെ 16-ാമത്തെ വാക്യത്തിന്റെ 19 വായിക്കുമ്പോൾ യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. In Matthew, Jesus said to Peter that I have given you the keys of heaven. അതിന്റെ അർത്ഥം സ്വർഗരാജ്യം എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു സ്ഥലമല്ല. So heaven is not a place which is open all the time. നമുക്കറിയാം, സ്തേഫാനോസ് മരിക്കുന്ന സമയത്ത് വചനം പറഞ്ഞു സ്വർഗം തുറന്നിരിക്കുന്നതും. കണ്ടോ? When Stephen was dead, we see that heaven opened. കണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? തുറന്നിരിക്കും എന്ന് പറഞ്ഞാൽ അടഞ്ഞിരിക്കുന്ന സമയമുണ്ട്. So that means that heaven is closed at times. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ആകാശം തുറന്നു എന്നാ പറഞ്ഞേക്കുന്നത്. We read that the Holy Spirit opened the heaven. നോക്കിക്കേ, അപ്പം അവിടെ യഥാർത്ഥത്തിൽ ഈ നമ്മൾ കാണുന്ന ആകാശത്തെ പറ്റി അല്ല അവിടെ പറഞ്ഞേക്കുന്നത്. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അപ്പൊ കണ്ടോ, അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. Heaven is a place which is closed. എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. It's not always open. എന്നാൽ പരിശുദ്ധാത്മാവെ, പുതിയ നിയമ വിശ്വാസിയുടെ ഏറ്റവും വലിയ ബൈലൻ എന്നറിയാവോ? ഏത് സമയത്തും കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ നമുക്ക് കൃപ ലഭിച്ചിട്ടുണ്ട് പുതിയ നിയമത്തില്. But in New Testament, a believer can always access the throne of grace. അതിന്റെ കാര്യം നമുക്ക് സ്വർഗത്തിന്റെ താക്കോല് കിട്ടിയിരിക്കുന്നു. Because we have the keys of heaven. ഇതാണ് അതോറിറ്റി, പുത്രത്വം എന്ന അതോറിറ്റി. This is the sonship, the authority of sonship. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു ഭാഗം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. That is why in New Testament the prayer is a bit different phase. നോക്കിക്കേ, നമ്മൾ ആദ്യം കേട്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. Then first we said reciting the word of എന്നാൽ God. പഴയ നിയമത്തിൽ ഇല്ലാത്തൊരു പ്രാർത്ഥന പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉണ്ട്.
What was not there in the Old Testament, we have in New Testament. 1 കൊരിന്ത്യർ 14:14 പറയുന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ എങ്കിലോ നിങ്ങൾ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, ബുദ്ധി അഫലമാകുന്നു. Corinthians said, when you pray in tongues, your understanding is futile, and you pray the unknown things of God. കണ്ടോ, ഇതാണ് അടുത്ത പ്രാർത്ഥന. This is another kind of prayer. നിങ്ങൾ നോക്കിക്കുക. അപ്പം ഈ അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്, യേശുക്രിസ്തു പ്രാർത്ഥിച്ച വാക്കുകൊണ്ടോ, കർത്താവേ ഈ പാനപാത്രം, നമ്മൾ ബുദ്ധിയിൽ കുറേ പ്രാർത്ഥന നമുക്കുണ്ട്, മാനുഷിക ബുദ്ധിയിലെ പ്രാർത്ഥന. We have lots of prayers in our understanding. ഇത് അൺഫ്രൂട്ടബിൾ ആയി മാറും. That becomes unfruitable, it becomes futile. നോക്കിക്കുക, നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിന്റെ 14-ാം അധ്യായത്തിന്റെ അകത്ത് പറയുന്ന അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. കണ്ടോ, He gives the things of God, he speaks the things of God. നോക്കിക്കുക, അവിടെ സീക്രട്ടുകളെ സംസാരിക്കുന്നു, ഓർത്തിരിക്കുന്നു, സീക്രട്ടുകൾ. He speaks the secrets of God. അപ്പൊ അന്യഭാഷ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് പലതിനെയും. When you pray in tongues, you download many things from ഇതാണ് God. രണ്ട് പ്രാർത്ഥന. ഐ വിൽ പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡ്, ഐ വിൽ പ്രേ വിത്ത് മൈ സ്പിരിറ്റ് എന്ന് പറയാൻ കാരണം രണ്ട് തരം പ്രാർത്ഥനയുണ്ട്. ഒന്ന്, ഞാൻ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ പ്രാർത്ഥിക്കും, അതാണ് വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ് ഐ വിൽ പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാൻ കാരണം. When you speak the word of God, that is from your understanding that you are praying. നോക്കിക്കേ, അപ്പൊ ഈ രണ്ട് പ്രാർത്ഥനയും ശക്തമേറിയ പ്രാർത്ഥനയാണ്. Both of these prayers are strong prayers. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഇപ്പൊ മനസ്സിലായോ? That is why Jesus said, watch and pray. അതിന്റെ അർത്ഥം ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്ന അർത്ഥം മാത്രമല്ല, Doesn't mean that you should get up from പകരം the sleep, എന്താണ് പ്രാർത്ഥിക്കുന്ന ഒരു ബോധം ഉണ്ടായിരിക്കണം. but be aware what you are praying about. ശമൂവേൽ പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തിന്റെ വചനം എനിക്ക് ഉള്ളതുകൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. കണ്ടോ, ഉറപ്പാണ് എനിക്ക്. As Samuel said, I pray with courage because I have a promise. നമ്മൾ പറയത്തില്ലേ, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബ്രദറെ എന്റെ വിഷയങ്ങളൊക്കെ നടന്നാൽ ഞാൻ ഭയങ്കര വലിയ സാക്ഷ്യം പറഞ്ഞൊക്കെ പറയത്തില്ലേ? നമുക്കൊരു ധൈര്യമൊന്നുമില്ല. Many times we are not very confident that our prayers will be heard, and we say that ആ if we വചനം get answers, we will വചനം testify. പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്ത് കോൺഫിഡൻസ് ഉണ്ടാകും. When we speak the word of God, we get confident. അതുകൊണ്ട് യേശു 3 വട്ടം പ്രാർത്ഥിച്ചു. അടുത്ത വട്ടം യേശു എന്ത് ചെയ്തു? മരണവേദനയോടെ പറയുക, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക കേട്ടോ, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു 1-ാം വട്ടം പറഞ്ഞു. First, 3 times Jesus prayed. രണ്ടാം First he said he was രണ്ടാം വട്ടവും യേശു വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. Second time also he was deeply sorrowful. 3-ാം വട്ടം യേശു അവരുടെ ഇടയിൽ നിന്നും, ഉറങ്ങുന്നവരുടെ ഇടയിൽ നിന്നും മാറിപ്പോയി പ്രാർത്ഥിക്കുകയാണ്. Third time he went farther. 4-ാം പ്രാവശ്യം യേശു പറയും, ഇനി പ്രാർത്ഥിക്കണ്ട, ഞാൻ റെഡിയായി. കണ്ടോ, Then Jesus comes back and say, now no need to pray. അതിന്റെ അർത്ഥം യേശുവിന്റെ അകത്ത് ഒരു ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. Then strength was there in Jesus. അതിന്റെ അർത്ഥം സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ മറുപടി ബലമായി വന്നു കഴിഞ്ഞു. Jesus was strengthened by the answered prayer from heaven. ഈ 1 hour എന്നുള്ളതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? Do you know what is 1 hour? സങ്കീർത്തനത്തിൽ ഉത്തരമുണ്ട്. ഞാനോ പ്രാർത്ഥിച്ചുകൊണ്ടേ, കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് 1 hour പറയുന്നത്. The psalm said 1 hour means continuous prayer. നമ്മൾ The സ്ട്രെങ്ത്, continuity. നമ്മളിലേക്ക് ഒരു സ്ട്രെങ്ത് വ്യാപരിക്കുവാൻ ഒരു ടൈമുണ്ട്. To download the strength from heaven, there is a time. നോക്കിയേ, ഇവിടെ നിങ്ങൾ ഈ കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, എല്ലാവരേക്കാൾ അധികം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞത്. Paul said, I pray more than anybody in tongues. നോക്കിയേ, ഇവിടെ നോക്കിയേ, നമ്മൾ അന്യഭാഷ പ്രാർത്ഥനയുടെ ഈ അടുത്തൊരു പ്രയറിന്റെ അടുത്ത ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. We are moving to another level of prayer. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. നമുക്ക് നാളെ ബാക്കി ഇതിന്റെ അടുത്ത 3-ാം സെക്ഷനിലേക്ക് നമ്മൾ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ ഇനി പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് പറയും തോറും ഒരു ചേഞ്ചും വരികയില്ല. If you keep saying your problems to God, there will not be any change. നിങ്ങൾ പറയേണ്ടത്, സ്വർഗത്തെ തുറപ്പിക്കുന്ന വചനം നമ്മുടെ കയ്യിലുണ്ട്. We have the scriptures. The word of യഹോവ God. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ തരണമല്ലോ. Lord has to listen to your prayer, right? നോക്കിക്കേ, നിങ്ങളുടെ പ്രാർത്ഥന സഞ്ചരിക്കുകയാണ്.
Your prayer is traveling to heaven. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. That is why Jesus said, watch and pray. അതുകൊണ്ടാണ് നാളെ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് എഫേസ്യ ലേഖനത്തിന്റെ 6-ാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. Tomorrow we will start from Ephesians 6 and say that all times praying in the Spirit. നോക്കിക്കേ, നമ്മൾ ഏത് നേരത്തും പ്രാർത്ഥിക്കുന്നവർ. എന്താണ് ഏത് നേരം എന്നുള്ളത് നാളെ നമുക്ക് പറയാം. Tomorrow we will speak how we can pray all the time. അപ്പൊ ഇനി മുതൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വചനം വെച്ചേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാവുള്ളൂ. Now onwards you should pray with word of God. ഞാൻ പലപ്പോഴും തിരുത്താറുണ്ട്. ഞാൻ ഈ ആളുകൾ അന്യഭാഷ പറയുമ്പോൾ അതിനിടയ്ക്ക് പറയും, ബ്രദറെ അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോക്കബന ശബ്ദ ഹസിയാന്തിനെ പറഞ്ഞിട്ട് കർത്താവെ എൻ്റെ ഭവനത്തിന്റെ എൻ്റെ ആ സ്ഥല വിഷയം, എൻ്റെ കർത്താവെ എൻ്റെ കൊച്ചിന്റെ വിഷയം, എൻ്റെ റബ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ജഡത്തിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സംസാരിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുവല്ല നിങ്ങൾ. Even in the middle of praying in tongues, if you keep saying the problems of your life, അപ്പൊ എന്റെ സ്ഥല വിഷയവും എന്റെ കൊച്ചിന്റെ വിഷയം പറയണ്ടെന്നാണ് എന്റെ അർത്ഥം. it doesn't mean that you don't have to speak the word. ഒരു കാര്യം പറഞ്ഞ, യഹോവ നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുവാണ്. He listens to your prayer. മത്തായിയുടെ സുവിശേഷം 6-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ വരുന്നതിന് മുമ്പ് ദൈവത്തിന് അറിയാം നിങ്ങളുടെ വിഷയം. Even before you come to God, God knows your problems. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ശമൂല് പറഞ്ഞതുപോലെ നിന്റെ പ്രോമിസ് വെച്ചോണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. But as Samuel said, you should say that I have. അപ്പൊ ഞാൻ കൊച്ചിനും എന്റെ തലമുറയ്ക്ക് വേണ്ടി എങ്ങനെ അന്യഭാഷ പറയേണ്ടത്? ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയമറിയും എന്റെ തലമുറ. ഇപ്പൊ ഞാൻ പറയാം, ജോഷുവയും ജോർദാനെയും കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഉറാബ ശംദഹസിയാന്തിരി, ഇങ്ങനെ അന്യഭാഷ പറയണം. കണ്ടോ, വചനം വെച്ചുകൊണ്ട്, വചനം ഞാൻ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? ഇത് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ഇത് സ്വർഗത്തെ ആക്സസ് ചെയ്യും. When I keep praying in tongues with the word of God in front of me, then it will access the heaven. അന്യഭാഷ ഇല്ലാത്തവരെ അന്യഭാഷ പ്രാപിക്കണം. ഇപ്പോൾ അന്യഭാഷ ഇല്ലെങ്കിൽ വചനം പറഞ്ഞു വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഫൈറ്റ് ചെയ്യുവാൻ. പ്രാർത്ഥന ഒരു ഫൈറ്റ് ആണ്. If you don't have tongues, pray with the word of God. That's a fight. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഗോഡ് ബ്ലസ് യു. കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം സൗകര്യം പറയുന്നത് കേട്ടോ, നമ്മുടെ അന്യഭാഷ രാത്രിയിലെ പ്രാർത്ഥനയ്ക്കകത്ത് മലയാളീസ് അല്ലാത്ത, ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന വിവിധ രാജ്യക്കാര് നമ്മുടെ രാത്രിയിൽ അന്യഭാഷയ്ക്കകത്തുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് വിവിധ ഭാഷക്കാർ, വിവിധ ഗോത്രങ്ങൾ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയേ, മലയാളമല്ല അവിടെ ഉപയോഗിക്കുന്നത്, ഇംഗ്ലീഷ് അല്ല ഉപയോഗിക്കുന്നത്, പകരം നമ്മൾ അന്യഭാഷയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സിസ്റ്ററെ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, ആ പ്രാർത്ഥന അസാധാരണമായ ഒരു വാർഫെയർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ, അപ്പൊ ഇന്ന് നിങ്ങൾ ഈ 2 സെക്ഷൻ നമ്മൾ ഇന്നലെ കേട്ടു. എന്താണ് ആത്മാവിന്റെ ജഡമോ ബലഹീനം എന്ന് പറയാൻ മനസ്സിലായി. ഇപ്പൊ ജഡത്തിന്റെ ബലഹീനതയാണ് അവിടെ പ്രൊജക്ട് ചെയ്ത് യേശു കാണിക്കുന്നത്. ഈ വന്ന പ്ലാനുകളെ പരീക്ഷയിൽ കർത്താവ് എന്ത് ചെയ്യുക? അത് വിളിച്ചു പറയുക. ഞാൻ കർത്താവിനെ നെഗറ്റീവ് പറഞ്ഞ് ചിന്തിക്കരുത്. ഈ ചില ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇടുന്ന കുറെ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ മുഴുവൻ കേൾക്കുക. യേശുവിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. യേശു നമുക്ക് കാണിച്ചു തരികയാണ്, പരീക്ഷ വരും. കാര്യം പാപം ഒഴികെ യേശു പരീക്ഷിക്കപ്പെട്ടു. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാകുമ്പോൾ നമ്മൾ ജഡത്തിൽ നിന്ന് പ്രാർത്ഥിക്കരുത്. അത് ഒരിക്കലും നമുക്ക് നിരാശ കൊണ്ടുവരത്തേയുള്ളൂ. അതവിടെ ചെല്ലത്തില്ല. വചനത്തിൻ്റെ അകത്തുള്ള പ്രാർത്ഥനയാണ് സ്വർഗത്തിലോട്ട് ചെല്ലുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതും പറയുന്നതും ഒന്നാകണമെന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് എല്ലാവരും അല്പനേരം മ്യൂട്ട് മാറ്റേണ്ട, അല്പനേരം പ്രാർത്ഥിച്ചു. യേശുവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കർത്താവെ അങ്ങ് ഇടപെടുന്നില്ല. അപ്പൊ യേശുവിന്റെ നാമത്തിൽ അപ്പ ജനത്തിന്റെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിരിക്കുന്ന ഭാരങ്ങൾ, പാമ്പുകളെയും തേളുകളെയും, അല്പനേരം ഒന്ന് വചനം പറഞ്ഞ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഒരു ദോഷവും വരത്തില്ല. ഒരു ദോഷവും എനിക്ക് വരത്തില്ല. ഞങ്ങൾക്കെതിരായി വരുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങളെ പിന്തുടരും. ഒരു രോഗത്തിന്, ഒരു രോഗശക്തിക്ക് ഇന്ന് കൽപ്പിച്ച് രോഗങ്ങൾ ഇന്ന് ശരീരങ്ങൾ വിട്ട് അഴിയാൻ പോകുക. ആ വേദനകൾ ശരീരം വിട്ട് അഴിയാൻ പോകുക. ആ രോഗശക്തികൾ ശരീരം വിട്ട് അഴിഞ്ഞു മാറാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവ ദുഷ്ടന്റെ ആശകൾ തകരും.
അവന്റെ പ്രവർത്തികൾ ഇന്ന് അഴിയും യേശുവിന്റെ നാമത്തിൽ. അവന്റെ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി മാറും. ഇപ്പോൾ തന്നെ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ശരീരത്തിന്റെ അകത്ത് വേദനയും രോഗവും വേദനയാൽ ഭാരപ്പെടുന്ന സഹോദരങ്ങളെ കൈയെടുത്തു വെച്ചിട്ടൊന്ന് കൽപ്പിക്കാവോ? യേശുവിന്റെ നാമത്തിലെ വചനം കൊണ്ടൊന്ന് യുദ്ധം ചെയ്ത് യേശു കർത്താവിന്റെ അടിപ്പിണരുകളാൽ പറ യേശുവിന്റെ നാമത്തിൽ കൈവച്ചിട്ട് പറ, എന്റെ ഈ വേദന, എന്റെ ഈ തേയ്മാനം, എന്റെ കണ്ണാടി വെക്കുന്ന കണ്ണ്, ഇന്ന് കാഴ്ച കുറവുകൾ, കേൾവി കുറവുകൾ, കേൾവി ഇല്ലായ്മകൾ, കാഴ്ച ഇല്ലായ്മകൾ, നടക്കാൻ കഴിയാത്ത എന്റെ ബുദ്ധിമുട്ടുകൾ, ചലിക്കാത്ത എന്റെ കൈകാലുകൾ, ഇന്ന് കർത്താവെ ഇപ്പോൾ തന്നെ യേശുവിന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു, യേശുവിന്റെ വേദന ചുമന്നു, കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. വേദനയുള്ള സഹോദരങ്ങൾ ഇതിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ? ശരീരത്തിന്റെ അകത്ത് വേദനയും നീരും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഇന്ന് യുദ്ധം ചെയ്യാൻ റെഡിയാണോ? ഇന്ന് റെഡിയാണോ? വചനം ഒന്ന് വചനം കൽപ്പിച്ച് ശരീരത്തിന് മേൽ കൈവച്ച് എന്നിട്ട് പറ, ഈ വേദനയെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു പറ. ആ രോഗത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ആ രോഗശക്തിയെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. രോഗത്തിന്റെ ദുരാത്മാവിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് പവർ ഇസ് മൂവിങ്. ആ ശരീരത്തിൽ കൈവച്ച് ബോഡിയിലേക്ക് ആ വചനത്തിന്റെ ശക്തി അങ്ങോട്ട് അയച്ച് യേശുവിന്റെ ജീവൻ എന്ന് വ്യാപരിക്കുക. കർത്താവ് യേശുവിന്റെ ജീവൻ വ്യാപരിക്കുക. ഇന്ന് കേട്ട വചനം പോലെ സ്വർഗത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിക്കുന്ന സാക്ഷാൽ വചനം, ജീവനും ചൈതന്യമുള്ള സാക്ഷാൽ വചനം, ഇരുവായ്ത്തലയുള്ള സാക്ഷാൽ വചനം, ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള വചനം, ആ വചനം ചൊല്ലി പ്രാർത്ഥിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന രോഗശക്തികൾ, വേദന കൊണ്ടുവരുന്ന ദുരാത്മ പ്രവർത്തികൾ, രോഗത്തിന്റെ ദുരാത്മ ശക്തികളെ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു, ശരീരങ്ങൾ വിട്ട് ഇറങ്ങട്ടെ. വർഷങ്ങളായിട്ടുള്ള വേദനകൾ, നാളുകളായി നിൽക്കുന്ന വേദന, കണ്ണാടി ഊരി മാറ്റിക്കുക, കണ്ണെ കൈവച്ച് ആ ശരീരത്തിന്റെ മേൽ തീ കത്തുന്നു, ആത്മാവിന്റെ തീ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വർഷങ്ങളായിട്ടുള്ള വേദനകൾ വേരോടെ പറഞ്ഞു മാറുക, വേരോടെ ഇറങ്ങിപ്പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ലോർഡ് ജീസസ്. കർത്താവെ, മഹത്വം എല്ലാം അങ്ങേക്കുള്ളതാണപ്പാ, മഹത്വം എല്ലാം അങ്ങേക്കുള്ളതാണപ്പാ. അപ്പൊ ഞങ്ങൾക്കല്ല കർത്താവെ മഹത്വം, ദൈവമേ അങ്ങേക്കുള്ളതാണപ്പാ. അങ്ങയുടെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടുന്നല്ലോ. ഹീലിംഗ് പവർ ഇസ് മൂവിങ്, ഹീലിംഗ് പവർ ഇസ് മൂവിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലോർഡ് ജീസസ്. ഷൽഭേരിയ റംധേരിയ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. വേഗത്തിൽ ചെക്ക് ചെയ്ത് കൈയും കാലും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ കണ്ണാടി ഊരി ആ ബൈബിളൊക്കെ എടുത്തൊന്ന് വായിച്ച്, കണ്ണാടിയൊക്കെ ഊരി വായിച്ച് ശരീരത്തിന്റെ അകത്തൊന്ന് ചെക്ക് ചെയ്ത് ആ എടുക്കാൻ കഴിയാത്ത പ്രവൃത്തിയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയ, കൈകാലുകളും വിരലുകളും ഒന്ന് ചലിപ്പിച്ച്, ഒന്ന് നടന്നേ, ഒന്ന് ചാടിക്കേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രതികരിച്ച് ശരീരത്തോട് ആ രോഗശക്തിയോട് പറ, നിനക്ക് എന്റെ മേൽ അവകാശമില്ല, നിനക്ക് എന്റെ മേൽ വാഴുവാൻ കഴിയത്തില്ല. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്റെ ഉള്ളത്തിൽ ഈ സമയത്ത് രോഗികളൊന്ന് ചെക്ക് ചെയ്ത് വേഗത്തിൽ ചെക്ക് ചെയ്യണേ. ഇതിന് ശേഷം മ്യൂട്ട് മാറ്റി, ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും, മ്യൂട്ട് മാറ്റിയിട്ട് പൂർണ്ണ സൗഖ്യം ശരീരത്തിന്റെ അകത്ത് അനുഭവിക്കുന്നവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റി പറയണം. ഇതിന്റെ അകത്ത് റോബിൻ എന്ന് പറയുന്ന തലമുറയുള്ള വ്യക്തി, അതായത് റോബിൻ എന്ന് പറയുന്ന തലമുറയുള്ള വ്യക്തി ഇതിന്റെ അകത്ത് ആരാ? റോബിൻ എന്ന മോനുള്ളത് പറഞ്ഞു. എന്റെ മോളുടെ ഭർത്താവിന്റെ പേര് റോബിൻ എന്ന്. സിസ്റ്റർ, ഞാൻ മോൻ, അതായത് മോനുള്ളതാ, മരുമോനല്ല, മോനുള്ളതാ. റോബിൻ എന്ന് പറയുന്ന മോനുള്ള. നമ്മുടെ ചർച്ചിൽ ഒരു മോനാണ് കുറച്ച് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന. ഞാൻ പറഞ്ഞ സിസ്റ്ററെ, ഇത് കേട്ടോണ്ടിരിക്കുന്നത് ഇന്ന് സൂമിലോ ലൈവിലോ റോബിൻ എന്ന് പേരുള്ള തലമുറയുള്ളതാണേ. തലമുറ, സ്വന്തം മോൻ റോബിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുള്ള ഒരു കുടുംബത്തെ കർത്താവ് തൊടുവാന്നാ പറഞ്ഞത്. സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റുക. ഇല്ല, ലൈവിലാണെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. ഈ റോബിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഞാനൊരു സഹോദരനെ കൂടെ കാണുവാണ്. ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാം.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ ദുഷ്ടന്റെ ആശകൾ നശിക്കും, പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പറഞ്ഞോ, പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ബാക്കി പറയാനല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പം ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? ഓ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആൻസി ഷാജൻ സിസ്റ്ററെ, ആൻസി ഷാജൻ സിസ്റ്ററെ, കേട്ടെ ആൻസി സിസ്റ്ററെ, കേൾക്കുന്ന പോലുമില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റുക. ആ ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു ഞാൻ പറഞ്ഞില്ല, പൂർണ്ണ വിടുതലാണ്, പൂർണ്ണ സൗഖ്യമാണ് നിങ്ങളുടെ അവകാശം. കർത്താവിൽ നിങ്ങളുടെ അവകാശം അത് പൂർണ്ണമാണ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അത് അനുഭവിക്കുന്നവർ മാത്രം ഇന്ന് മ്യൂട്ട് മാറ്റുക. ബാക്കി എല്ലാവരും ഇന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ, സഹോദരങ്ങളെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. എന്റെ ഉള്ളത്തില് മഞ്ജു എന്ന് പറയുന്ന ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ഈ മെയ് മാസം ആ കുടുംബത്തിന്റെ അകത്ത് ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. മഞ്ജുവിന്റെ ഭവനത്തിൽ മെയ് മാസം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കർത്താവ് ഇന്ന് ആ വ്യക്തികളെ ദൈവം തൊടാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ഇന്ന് ആ മഞ്ജുവിന്റെ പറഞ്ഞു. എന്റെ ചേട്ടത്തിയുടെ മോള് മഞ്ജു, അവളുടെ ബർത്ത്ഡേ മെയ് 19 മെയിൽ ജനിച്ച. അതെ. കർത്താവ് ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണെ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികളെ കർത്താവ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്, ഞാനിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന മഞ്ജു എന്റെ ഒരു സിസ്റ്ററാണ്, കുഞ്ഞമ്മയുടെ മകളാണ്. കിഡ്നി ട്രബിൾ ഒക്കെ ആയിട്ടിരിക്കുവാണ്. ഈ മെയ് മാസമായിട്ട് എന്നാ ബന്ധം? അതിനെപ്പറ്റി അറിയത്തില്ല, ചോദിച്ചിട്ട് പറ കേട്ടോ. മെയ് മാസത്തിൽ ജനിച്ച മഞ്ജുവിന്റെ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ആ വ്യക്തിയുടെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ഇന്ന് അയക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവെ അങ്ങയുടെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ യാത്ര ചെയ്ത ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ്, അതിങ്ങനെ വീടിന്റെ ഹോളിൽ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ ഞാൻ കാണുന്നത്. യാത്ര ചെയ്ത ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. പക്ഷെ അതിന്റെ ആ ബാലൻസ്, അതായത് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഇത് ഈ കയറി വരുന്ന ഹോളിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ സ്ഥലത്ത് അവിടെ ഇരിക്കുക ഹോളിൽ ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ്. ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു, ചില ദൈവികമായിട്ടുള്ള യാത്രകളെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫിൽ ദൈവാത്മാവ് ചെയ്യാൻ വേണ്ടി പോവാം. അതേത് ഭവനത്തിലാണോ കയറി വരുമ്പോൾ തന്നെ ഹോളിൽ അത് പോയി വന്നതിന് ശേഷമുള്ളൊരു ടിക്കറ്റാണ്. ആ ടിക്കറ്റ് അവിടെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിനുള്ളത് പറയാം, വ്യക്തിക്ക് വേണ്ടി ആ കുടുംബത്തിൽ ഇനിയും യാത്രകളുണ്ടാകും, ദൈവത്താലുള്ള യാത്രകളുണ്ടാകും. ഇൻ ദ നെയിം ഓഫ് പറഞ്ഞു. ബ്രദറെ, ഞാൻ ഇന്നാള് UK പോയിട്ട് വന്ന ടിക്കറ്റ് ഞാൻ ഹോളിലല്ല, ഞാനിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുറി കിടപ്പുണ്ട്. ഇത് കയറി വരുന്ന മുറിയിലാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അത് ആരെ ഇപ്പൊ കമന്റ് ചെയ്തേക്കുന്ന ആ വ്യക്തി ഒന്ന് മ്യൂട്ട് മാറ്റപ്പെട്ട സാഹചര്യമാണോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഹോളിൽ ഈ ടിക്കറ്റ് വെച്ചിരിക്കുകയാണ്, കയറി വരുന്ന ഹോളിൽ തന്നെ. കർത്താവ് എന്നുള്ളതിൽ പറയുന്നു, ആ ദൈവത്താൽ ഒരു യാത്ര അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ഇന്ന് അത്ഭുത സാക്ഷ്യമാക്കി കർത്താവ് ഭവനത്തെ മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ കൃപ പെരുകുന്നല്ലോ.
കൃപ പെരുകുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവേ എന്നോട് അങ്ങ് സംസാരിക്കണമേ, എന്നോട് അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവെ, അസാധാരണമായൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനാൽ സംഭവിക്കാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ജീസസ്. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഞങ്ങളുടെ അത്ഭുത സാക്ഷ്യം എന്ന് അവിടെ സംഭവിക്കട്ടെ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറഞ്ഞൊരു ജയേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ജയേഷ് എന്ന ജയേഷിന്റെ ഭവനത്തിൽ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് വേർതിരിക്കാൻ വേണ്ടി പോവാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ഒരു സാക്ഷ്യമായിട്ട് കർത്താവ് ഇന്ന് ജയേഷിന്റെ ഭവനത്തെ മാറ്റാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ജയേഷുമായി ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്രദർ, പറഞ്ഞു. ജയേഷ് എന്റെ ആങ്ങളുടെ മോനാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം കാണത്തക്ക രീതിയിൽ ഒരു സാക്ഷ്യം കർത്താവ്. എന്നാ ഒരു വിശ്വാസത്തിലാണോ? ബ്രദറെ അല്ല, അവര് കത്തോലിക്കയാണ്. പക്ഷെ ഇന്ന് കർത്താവ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. അവർ യേശു ക്രിസ്തുവിൽ ആഴത്തിൽ ഉറയ്ക്കുവാൻ കർത്താവ് ഇടയാക്കും. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് ആ വ്യക്തി കാണുന്ന രീതിയിൽ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഞാൻ അതിനു വേണ്ടി തന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഈ യദുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരിക. യദുകൃഷ്ണൻ, ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യദുകൃഷ്ണൻ, യദുകൃഷ്ണ എന്നുള്ളൊരു പേര്. ഇന്ന് ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതായത് ആ വ്യക്തിയെ കരത്തിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗം മനസ്സിലേക്ക് വരിക. ഇന്ന് ആ ചെറുപ്പക്കാരനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്നിപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് വേർതിരിക്കാൻ വേണ്ടി പോവാൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ ഞങ്ങളുടെ പദ്ധതികൾക്കായിട്ട് വേർതിരിക്കുന്നപ്പോൾ, ഞങ്ങളുടെ പ്ലാനുകൾക്കായിട്ട് നന്ദി പറയുന്നപ്പോൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ്, എല്ലാ അന്തരീക്ഷങ്ങളെയും ഞങ്ങളിന്ന് ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ ദുഷ്ടന്റെ പ്ലാനുകളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വീട്ടിലെ മോനായത് കൃഷ്ണൻ എന്നാ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. നമ്മുടെ പ്രാർത്ഥന ആ ഭവനത്തെ പൊതിയും കേട്ടോ. ദുഃഖവാർത്ത കേൾക്കുവാൻ ദൈവസമ്മതി. ഒരു കൃഷ്ണന്റെ അമ്മ വന്ന് കുറെ സങ്കടങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു. കണ്ടോ, കർത്താവ് ഉറപ്പിക്കുന്നത് കണ്ടോ. ദൈവം ആ തലമുറയെ ലക്ഷ്യം വെച്ച് ആ സഹോദരൻ പറയണം, ദൈവാത്മാവ് വെളിപ്പെടുത്തിയതാണ്, ഇത് കേൾപ്പിക്കണം കേട്ടോ. ആ തലമുറയെ ലക്ഷ്യം വെച്ച് അവനെ നശിപ്പിക്കുവാൻ കയറിക്കൂടിയ സകല പൈശാചിതങ്ങളെയും സഹോദരി പ്രാർത്ഥനയുടെ അഭിഷേകം പൊതിയുക. അനേകരെ വിടിവിക്കുന്ന മകളായി കർത്താവ് മാറ്റുകയാണ്. അനേകരെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. ഇതൊരു സാക്ഷ്യമായി ദൈവം മാറ്റുന്നപ്പ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, റിലീസ് ദ പവർ. ഇതിന്റെ അകത്ത് ഈ ജ്യോതിയുമായിട്ട് ബന്ധപ്പെട്ടതാര ജ്യോതി എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കേൾക്കുക. ജ്യോതി. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഈ ജ്യോതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് ഈ ശൂന്യമായ ഒരു എന്താ പറയുക ഒരു അവസ്ഥ കാണുക, ശൂന്യമായി കിടക്കുക. ഈ ജ്യോതിക്ക് വേണ്ടി, ജ്യോതിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? ജ്യോതി. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ജ്യോതിയുടെ ഭവനത്തിൽ പറഞ്ഞിരുന്നു ജ്യോതിയുടെ കാര്യം. അത് എന്റെ ബ്രദറിന്റെ വൈഫാണ്, മൂത്ത ബ്രദറിന്റെ വൈഫാണ് ജ്യോതി. ആഴ്ച ഒരു ആലോചന പറഞ്ഞിരുന്നു. വേറെ ആരാ ജ്യോതിയുമായിട്ട് ബന്ധപ്പെട്ട? ഞാൻ ഈ ജ്യോതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഓഗസ്റ്റ് മാസം ഇങ്ങനെ കാണുക. ജ്യോതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഈ ഓഗസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത ജ്യോതി ആരാണോ?
എന്റെ മോന്റെ പേര് അമർജ്യോതി എന്നാണ്. അവന് ഓഗസ്റ്റ് 28 ഉള്ളതാ. ജ്യോതി എന്നാണ്. ആ, അമർജ്യോതി എന്നാണ് പേര്. മോൻ 28 ഉള്ള ഓഗസ്റ്റ് 28 ഉള്ളതാ. ഓക്കെ. സിസ്റ്റർ, കയറി വരുന്നിടത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു സാരി ഉടുത്ത് നിൽക്കുന്ന ആരുടെങ്കിലും ഫോട്ടോ ഈ വീടിന്റെ അകത്ത് വല്ല നിൽക്കുന്നുണ്ടോ? കയറി വരുമ്പോ തന്നെ സാരി ഉടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇല്ല പാസ്റ്റർ. അത് ഭവനത്തിന്റെ അകത്തുള്ള ജ്യോതിയുടെ വീട് ഏതാ? അതെ 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 ബ്രദറെ, എന്റെ ചേച്ചിയുടെ മോളാണ്. അവളുടെ പേര് ജ്യോതി. അവളുടെ ഓഗസ്റ്റിലാണ് ബർത്ത്ഡേ. അവൾക്ക് കുഞ്ഞുങ്ങളില്ല. അത് സാരി എടുത്ത ഫോട്ടോ വീട്ടിന്റെ ഫ്രണ്ടിലുണ്ട്. ഒരു വൈഫും ഹസ്ബൻഡുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, വീടിന്റെ കയറി വരുന്നിടത്തുണ്ട്. അതെ അതെ. ഓ ലോർഡ് ജീസസ്, ഞാനിത് റിലീസ് ചെയ്തു. അവർ തലമുറ അവരുടെ പറഞ്ഞ കർത്താവ് ആ ഉദരം തുറക്കും കേട്ടോ. ദൈവം ഉദരം തുറക്കും, ദൈവം തലമുറയെ കൊടുക്കും. ഇന്ന് അവരെ അയച്ചു. ഈ പ്രാർത്ഥന അവർക്ക് അയക്കണം, ഇത് കേൾക്കണം. ആ ഉദരം തുറന്ന് ദൈവത്താൽ തലമുറ ഉണ്ടാവും. നന്ദി യേശു. നമ്മൾ കേട്ടതുപോലെ പ്രാർത്ഥന ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്യുന്നതാണ്. ആത്മയുദ്ധമാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രാർത്ഥന വചനം എന്ന വാളുകൊണ്ട് വെട്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ യേശുവെ, എല്ലാവരും പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ, ഈ പെടലിയുടെ അങ്ങോട്ട് താഴോട്ട് ഞരമ്പ് സംബന്ധമായിട്ട് വേദനയുള്ള ആരെങ്കിലും ഉണ്ടോ? പെടലിയിൽ അവിടെ നിന്ന് താഴേക്ക് ഞരമ്പിന്റെ അവിടെ വേദനയുള്ളത് ഒന്ന് കൈവെക്കാവോ? ഒന്ന് കൈവെക്കാവോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതിന്റെ അകത്ത് സൂമിൽ ഓഗസ്റ്റ് 19 ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഓഗസ്റ്റ് 19 എന്നൊരു ഡേറ്റ് എന്റെ മനസ്സിലേക്ക് വരിക. എന്റെ മോന്റെ വെഡിങ് ഡേ ആണ്. പ്രാർത്ഥിക്കാൻ വന്നതിന്റെ അകത്ത് ഇപ്പൊ വേദനയാന്ന് പറഞ്ഞ് വന്നതിന്റെ അകത്ത് ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി ദൈവം അയക്കുക. ഓ യേശുവേ, ആ കൈയെടുത്ത് വെച്ച് അവിടെ കർത്താവായ യേശുവേ, ഞങ്ങളുടെ അടിപ്പിണരുകളാൽ എന്ന് പറഞ്ഞ് എന്റെ രോഗം യേശു വഹിച്ചതാ, എന്റെ വേദന യേശു ചുമന്നതാ. ഒരു രോഗത്തിനും എന്റെ മേൽ അവകാശമില്ല, ഒരു രോഗശക്തിക്കും എന്റെ മേൽ അവകാശമില്ല. കർത്താവായ യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവെ, ആ രോഗത്തെയും രോഗശക്തിയെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ വെട്ടിമാറ്റുന്നു. കർത്താവ്, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അത്ഭുത കരം എന്നവിടെ വെളിപ്പെടുന്നു. ഹീലിംഗ് പവർ ഈസ് മൂവിങ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അവിടെ വ്യാപരിക്കുന്നു. മരണം നീങ്ങി ജീവൻ വ്യാപരിക്കുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പെട്ടെന്ന് ചെക്ക് ചെയ്തേ. പെട്ടെന്ന് ആ പെടൽ തിരിച്ചു മറിച്ചു ഒന്ന് ചെക്ക് ചെയ്തേ. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുവോ, തിരിച്ചു നോക്കുവോ, മറിച്ചു നോക്കുവോ, ഒന്ന് പെട്ടെന്ന് നോക്കിക്കേ. എന്താ പ്രാർത്ഥിച്ചപ്പോ ഉണ്ടായ വ്യത്യാസം? വേഗത്തിൽ ഒന്ന് ചെക്ക് ചെയ്തേ. ഷെമന റക്കമാസിയ പെട്ടെന്ന് ചെക്ക് ചെയ്തേ. എനിക്ക് പെടലിക്ക് ഇങ്ങനെ കുറെ നാളുകളായിട്ട് നീർക്കെട്ടുണ്ടായിരുന്നു. അത് പ്രയർ കയറിയപ്പം മാറിയായിരുന്നു. പക്ഷെ ഇതുപോലെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുമ്പോ സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ഭയങ്കര വേദന അസ്വസ്ഥതയായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ച ബ്രദർ ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചൊരു മാറ്റം ഉണ്ടായിരുന്നു. എന്നാലും ഇന്നലെയൊക്കെ ഞാൻ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചു ഇങ്ങനെ നോക്കിയപ്പോ വീണ്ടും ഒരു ചെറിയ ഇടർച്ച പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ പ്രയർ ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട്. ഓ എന്റെ യേശുവേ, ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി. എനിക്ക് ഒരു 10-12 വർഷമായ സംഭവമാണ്. നീർക്കെട്ട് തുടങ്ങി, അത് കംപ്ലീറ്റ് പ്രയറിലൂടെ മാറി. ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ്. 12 വർഷമായി ചുമന്ന രോഗശക്തിയെ കർത്താവ് ഇന്ന് അഴിച്ചു. യേശുവെ, അങ്ങ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തയാള് വേഗത ചെക്ക് ചെയ്തേ. ആ കർത്താവിന്റെ അത്ഭുതത്തെ വിട്ടുകൊടുക്കരുത് പ്രിയരെ. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. നോക്കിക്കേ. ഹലോ ബ്രദർ, പറഞ്ഞോ. എനിക്ക് ഈ കഴുത്തിന്റെ അവിടെ നിന്ന് പെടലിക്ക് വേദന ഉണ്ടായിരുന്നു. ബ്രദർ പറഞ്ഞപ്പോ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു ബ്രദർ. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഒട്ടും വേദന. എന്ന് തുടങ്ങിയതാ വേദന? ഇന്ന് മോർണിംഗില് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും വയ്യായിരുന്നു. 2 വീലറിൽ പോയി വയ്യായിരുന്നു. ഇപ്പൊ ഒട്ടുമില്ല.
ഇപ്പൊ വൈകുന്നേരം ഭയങ്കര വേദനയായിരുന്നു പ്രാർത്ഥന ടൈമിലൊക്കെ. ഓ ലോർഡ് ഞാൻ ജീസസ്, അതോട് പറഞ്ഞപ്പോ കൈ തൊട്ടിങ്ങനെ പ്രാർത്ഥിച്ചു, യേശു അപ്പൊ സൗഖ്യം തന്നു. കർത്താവ് അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. ആമേൻ. അടുത്തയാൾ ഒന്ന് ചെക്ക് ചെയ്ത്. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് ഒരു അത്ഭുതം അനുഭവിക്കുന്നവർ മറ്റാരെങ്കിലും ഉണ്ടോ? ചെക്ക് ചെയ്ത് ബ്രദറെ, പറഞ്ഞു. പിന്നെ എനിക്ക് വർഷങ്ങളായി എനിക്ക് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പുറകില് മുതുവില് ഉരുണ്ട് കയറുന്ന കണക്കുള്ള ഒരു വേദന ഉണ്ടായിരുന്നു. പൊളഞ്ഞിരുന്നൊക്കെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ സൂം മീറ്റിംഗ് കയറിയ പിന്നെ എനിക്ക് ഈ ഇത്രയും ദിവസമായിട്ട് എപ്പോ അത് മാറിപ്പോയിന്ന് അറിയുന്നില്ല, ആ വേദന ഇല്ല. ഓ എന്റെ യേശുവേ, കർത്താവ് പൂർണ്ണ സൗഖ്യമായി. പൂർണ്ണ സൗഖ്യമായി. നന്ദി എന്തെങ്കിലും കർത്താവ്, അറിയില്ല. നന്ദി കർത്താവ്. അടുത്തയാള് ചെക്ക് ചെയ്തേ. ഹലോ ബ്രദറെ, എന്റെ പേര് അനിത എന്നാണ്. ആ എന്റെ കൈ വലത് കൈ അങ്ങ് സ്റ്റിഫായിട്ടിരിക്കുന്നത്, ഭയങ്കര വേദനയുമായിരുന്നു. ബ്രദർ ഫാസ്റ്റ് പ്രെയർ കേട്ടു, ആ സ്റ്റിഫ്നെസ് അങ്ങ് മാറി, കൈ ഇപ്പം മടക്കി നോക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇല്ല, കർത്താവ് പൂർണ്ണ വിടുതൽ തന്നു. പൂർണ്ണമുണ്ട്. ഓ എന്റെ യേശു അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള്. ഗോഡ് ബ്ലസ് യു. പ്രിയരെ വിട്ടുകൊടുക്കരുതേ. പറ, സൗഖ്യം എന്റെ അവകാശമാണ്. മക്കളെങ്കിലോ അവകാശികളാണ്. അടുത്തയാള് ചെക്ക് ചെയ്തേ. ജീസസ്. ഈ ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. ഓമല്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വസ്തു സംബന്ധമായിട്ടുള്ള ഒരു പ്രതിസന്ധിക്കകത്തുനിന്നും കർത്താവ് നിങ്ങളെ വിടിവിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ സ്ഥലവുമായിട്ട് കണക്ഷൻ ഉള്ളത് ആരാണോ എന്ന് സൂമിലോ ലൈവിലോ എവിടെയായിരുന്നാണോ കേൾക്കുന്നതെങ്കിൽ ഇന്ന് അതിൻ്റെ അകത്ത് കർത്താവ് നിങ്ങൾക്ക് സമാധാനം നൽകാൻ വേണ്ടി പോവാം. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തി ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ നോക്കിക്കേ. ബ്രദർ, ആ ഇന്നലെ ഒരു പ്രൊഫസർ പറഞ്ഞായിരുന്നു ഈ ഐസിനോ റിലേറ്റഡ് ഉള്ള ഒരു ബിസിനസിനെ പറ്റി എന്തോ, അത് ഈ സീ ഫുഡ് അതിനകത്ത് ഇൻക്ലൂഡ് ആവോ? അങ്ങനെ തന്നെ ഒരു ഞങ്ങൾ ഫയല് പിടിച്ച സംഭവം ഒരു അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടത് ഇന്നലെ പറഞ്ഞത് ഒരു ഐസിന്റെ അകത്ത്, അതായത് ഐസിന്റെ ഈ കുറെ ഐസുകൾക്കിടയിൽ ഇങ്ങനെ ഒരു വ്യക്തി നിൽക്കുക. അപ്പൊ നമ്മൾ എന്തായാലും ഐസ് മീൻസ് ഐസ് ഉദ്ദേശിക്കുന്നത് ഫ്രീസ് അടിക്കുന്ന സംഭവമാണല്ലോ. ഇതിന്റെ അകത്ത് ഒരു ഡോക്യുമെന്റുമായിട്ട് നിൽക്കും. അതിന്റെ അകത്തൊരു സൈൻ ദൈവത്താൽ ഇടുന്നതായിട്ട് കാഴ്ചയുണ്ട്. ഇങ്ങനെ വല്ല ഡോക്യുമെന്റുമായിട്ടാണോ ജസ്റ്റ് നിങ്ങൾ ഭാരപ്പെടുന്നത്? എന്തേലും സൈൻ അതിന്റെ ഒരു വെയിറ്റിംഗ് ആണ്, ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓ ഇന്നത് കർത്താവ് അത് പ്ലാന്റിന്റെ അപ്രൂവലിന് വേണ്ടി. ഈ പറഞ്ഞ പോലെ ഐസുമായിട്ട് ബന്ധപ്പെട്ടതാണിത്. സീ ഫുഡ് അപ്പൊ ഫ്രോസണിലാ വെക്കുന്നത്, മൊത്തം ഐസുമായിട്ട് തന്നെയാ, മൊത്തം ഫാക്ടറി മൊത്തം ഐസാ. അത് കർത്താവ് ദുഷ്ടൻ തടഞ്ഞത് തമ്പുരാൻ അത് ഓപ്പൺ ചെയ്തു കേട്ടോ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് അതിന്റെ അകത്ത് വെളിപ്പെടുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു പൂർണ്ണ വിടുതലുള്ളവർ വേഗത്തിൽ ചെക്ക് ചെയ്യും. സൗഖ്യം പറയണം. സൗഖ്യം എന്റെ അവകാശമാണ്. വേദനയായിട്ട് ഞാൻ ഇരിക്കത്തില്ല. ബൈബിളിൽ പറഞ്ഞു, ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കത്തില്ല, ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ആ സൗഖ്യം സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ചിന്തകളെ, ശരീരത്തിന്റെ അകത്ത് അവിശ്വാസത്തെ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെക്ക് ചെയ്ത്, വേഗത്തിൽ ചെക്ക് ചെയ്ത്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പാ. പറഞ്ഞോ. എന്റെ പെടലിക്ക് എപ്പോഴും നീർക്കോളുണ്ട്. തലയുടെ ഉച്ച മുതൽ ഇങ്ങോട്ട് താപ്പോട്ട് ഉച്ച മുതൽ ഇങ്ങനെ ഈ പെടലിയുടെ എല്ലാ സൈഡിൽ ഇങ്ങനെ തൊണ്ടയ്ക്ക് എല്ലാം നീർക്കോളുണ്ട് എപ്പോഴും. പ്രാർത്ഥിച്ചെങ്കിൽ എനിക്ക് പെടലിയുടെ ഒരു വേദന, ഒരു നീർക്കോളിന് നല്ലൊരു ആശ്വാസമുണ്ട്, മാറിയിട്ടുണ്ട്. സിസ്റ്ററെ, ആശ്വാസമാണോ വേദന മാറിയെന്നാണോ? ക്ലിയർ ആണോ? വേദന മാറി, പക്ഷെ തൊണ്ടയ്ക്കുണ്ട്. പെടലിന്റെ മാറിയിട്ടുണ്ട്. പെടലിയുടെ പൂർണ്ണമായിട്ട് മാറി. കർത്താവേ, അങ്ങ് സൗഖ്യമാകൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. സൗഖ്യം കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്നേ. ഞാൻ ജീവനോടെ ഇരുന്ന്, മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. സൗഖ്യം എന്റെ അവകാശമാണ്, ആരോഗ്യം എന്റെ അവകാശമാണ്, അത്ഭുതം, ഞാൻ പുത്രനെങ്കിലും അവകാശിയാണ്.
ആ വചനത്തെ ഏറ്റുപറഞ്ഞ് ശരീരത്തിലോട്ട് ആ വചനത്തെ അയച്ച് ആ രോഗത്തിന്റെ മേലേക്ക് ആ ശക്തി അങ്ങ് അയച്ച് യേശുവിന്റെ നാമത്തിൽ. എന്റെ ഉള്ളത്തിൽ 2 വ്യക്തികളുടെ പേര് കർത്താവ് എന്നെ കാണിക്കുക. ഒന്ന് ഒരു ഓമനയെന്നും 2 തങ്കപ്പൻ, അതായത് അദ്ദേഹത്തിന്റെ തങ്കച്ചൻ. ഇത് വിളിപ്പേരാണോ എനിക്കറിയത്തില്ല, ഒഫീഷ്യൽ നെയിമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ 2 പേരും ഒരു ഭവനത്തിലാണ് ഞാൻ കാണുന്നത്. ലോർഡ് ജീസസ്, ഈ 2 വ്യക്തികളും ഉള്ള അല്ലെങ്കിൽ ഈ 2 വ്യക്തികളും കണക്ട് ചെയ്തിരിക്കുന്ന ഭവനം ഏതാണോ, ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് കർത്താവ് അടുത്ത തലമുറകളെ ദൈവം തൊടാൻ വേണ്ടി പോവാം. ആരുമായിട്ട് ബന്ധപ്പെട്ടതാണോ അത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ഇടപെടാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ സാക്ഷ്യത്തെ അങ്ങ് റിലീസ് ചെയ്യുന്നല്ലോ. ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ചുരുകും. പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോ ലോർഡ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണേ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ കാണുക. എന്റെ യേശുവേ, എന്റെ കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്യുന്നപ്പ ഈ സിനു എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കേൾക്കുക. സിനു, SINU. സിനുവുമായി ബന്ധപ്പെട്ടത് ആരാണോ, ഇന്ന് കർത്താവിന്റെ ഉള്ളം കരം ഇന്ന് ആ മകന് വേണ്ടി വെളിപ്പെടുക. സിനു, അത് ഒഫീഷ്യലാണോ അതോ വിളിപ്പേരാണ് കരുത്തില്ല, പക്ഷെ സിനു എന്ന് ഞാൻ ഒരാള് വിളിക്കുന്നതായിട്ട് കേൾക്കുക. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി ഏറ്റെടുത്തോണേ. ദൈവം ആ ഭവനത്തെ തൊടും. ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെടാൻ വേണ്ടി പോവാം. ആമേൻ പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി സ്വീകരിച്ചു. കർത്താവിന്റെ കൃപ ഇന്ന് അവിടെ പൊതിയുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ, കൃപയ്ക്കായി. പറഞ്ഞോ. എന്റെ ആളുടെ പേര് സിനോജ് എന്നാണ്. അപ്പൊ സിനു എന്ന് വിളിക്കാറുണ്ട്. സിനു എന്നാണ് വിളിപ്പേര്. ഒറിജിനൽ നെയിം സിനോജോ? സിനോജ് എന്നാണ്. സിനു എന്ന് വിളിക്കാറുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. എനിക്കൊരു കൺഫ്യൂഷൻ വന്നോണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് വിളിപ്പേരാണോ ഒഫീഷ്യൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല. സിനു എന്ന് ഒരാളെ വിളിക്കുന്നതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. സിസ്റ്ററാണ് വിളിക്കുന്നത് സിനു എന്ന്. എന്റെ മോളെ പേര് സിനു എന്നാ ബ്രദറെ. 2 സിനുമാര് വന്നു ഇവിടെ. ആ, നാത്തൂന്റെ മകന്റെ പേര് സിനു ആണ്. ജൂൺ മാസത്തിൽ ജനിച്ച സിനു ആരാ? ജൂൺ മാസത്തിൽ ജനിച്ച സിനു, ജൂൺ മാസത്തിൽ ജനിച്ച സിനു ആരാണോ ആ സിനുവിന് വേണ്ടി ആണ് ഈ ആലോചന ഉള്ളത്. അതിപ്പോൾ തന്നെ ഏറ്റെടുത്തോണം. കർത്താവിന്റെ പ്രവൃത്തിയെ ഇന്ന് കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. കേട്ടോ? ആ, ജൂൺ മാസത്തിൽ വെളിപ്പെട്ട സിനു ആരാണോ ആ സിനുവിന് വേണ്ടിയാണ് ഈ ആലോചന. ലോർഡ് ജീസസ്, ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇന്ന് ആലോചന സൂമിലാണ് ഇടപെടുന്നെങ്കിൽ മാത്രം, നിങ്ങളുമായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രം നിങ്ങൾ. എനിക്കൊന്ന് ആളുകൾ വെറുതെ ഇങ്ങനെ മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നവരുണ്ട്. വിളിച്ചാലും അവർ കേൾക്കത്തില്ല. ഞാൻ 3-4 പ്രാവശ്യം സൗകര്യം വിളിച്ചിട്ട് കേൾക്കുന്ന പോലുമില്ല. ലോർഡ് ജീസസ്, യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾക്കായി നന്ദി പറയുന്നപ്പ. ലോർഡ് ജീസസ്, പറഞ്ഞോ. പെരണിക്കുള്ളൊരു വേദന ഉണ്ടായിരുന്നു. അപ്പം ബ്രദർ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ശക്തമായ ഒരു ഭാരം വന്ന്, താങ്ങാൻ പറ്റാത്ത പോലെ ഒരു ഭാരം വന്നു. പിന്നെ അത് വേർത്തു. കുറഞ്ഞിട്ടുണ്ട് വേദന. മാറ്റമുണ്ട്. ആ, മാറ്റമുണ്ട്, വ്യത്യാസമുണ്ട്. പൂർണ്ണമായും മാറിയതാണോ അതോ മാറ്റം ഉണ്ടെന്നാണോ? ഇപ്പം പൂർണ്ണമായും മാറിയിട്ടുണ്ട്. അതാ പറയേണ്ടത്. പൂർണ്ണമായി, അതായത് വലിയൊരു ശക്തി ശരീരത്തിലോട്ട് വന്നു. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഇല്ല. ഓ കർത്താവേ, സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അല്പനേരം പ്രാർത്ഥിച്ച് യേശുവേ, പരിശുദ്ധാത്മാവ് എല്ലാവരും എന്റെ ദൈവം ഇപ്പൊ ആരും മ്യൂട്ട് മാറ്റണ്ട. ലോർഡ് ജീസസ്, കർത്താവെന്ന് പ്രാർത്ഥിച്ച കർത്താവ് എന്നോട് അങ്ങ് സംസാരിക്കുന്ന ദൈവമാണല്ലോ അപ്പ. പരിശുദ്ധാത്മാവേ, ആഴമായി അങ്ങ് തൊടുവല്ലപ്പ, ആഴമായി അങ്ങ് സംസാരിക്കുമല്ലപ്പ. ഓ എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് തൊടുന്ന ദൈവമാണല്ലോ, അങ്ങ് സ്പർശിക്കുന്ന ദൈവമാണല്ലോ എല്ലാ കുടുംബത്തെയും. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, മസീന റൈലാസീബ,
എന്നുള്ളത് കർത്താവ് പറയുന്നു. റെജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. എ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു പേരുകാരനെ റെജിയുടെ ഭവനത്തിൽ കർത്താവ് തൊടാൻ വേണ്ടി പോവുക. എന്നാൽ റെജിയുടെ ഭവനം എ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന വ്യക്തി ആരാണോ? എന്റെ വീടാ അഗ്രജ്. റെജി ആരാ സിസ്റ്ററെ? എന്റെ ഹസ്ബൻഡാ. എ എന്നുള്ള പേര് തുടങ്ങുന്ന ആരാ അവിടെ? അഗ്രജും ഉണ്ട്, അഞ്ജലിയും ഉണ്ട്. മോനാണോ? മൂത്തയാൾ ആരാ? രണ്ടുപേരില്ല. മൂത്തയാള് അഞ്ജലി, ഇളയത് അഗ്രജ്. അഗ്രജ്, ആങ്കൊച്ച അഗ്രജ് അല്ലേ? റെജി ഹസ്ബൻഡ് അല്ലേ? എന്ന സിസ്റ്ററെ, ഞാൻ ആ കർത്താവിനെ പറഞ്ഞു, റെജിയുടെ ഭവനത്തിൽ എയിൽ തുടങ്ങുന്ന വ്യക്തിയെ കർത്താവിന് റെജീനെയും എയിൽ ആരംഭിക്കുന്നത് 2 തലമുറ എയിൽ അല്ലേ? ഓ എന്റെ യേശുവേ എന്ന കർത്താവിന്റെ സ്പർശനം വെളിപ്പെടാൻ വേണ്ടി പോവാം. ഷൽഫന ഫറാമസിയൻ. ഈ സിസ്റ്റർ ജനുവരി മാസം എന്നെ കർത്താവ് എടുത്ത് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ജനുവരി ബർത്ത്ഡേ ജനുവരി 23. കണ്ടോ? സ്തോത്രം. കർത്താവിന് തോടുക കേട്ടോ. അപ്പൊ അവനെ തന്നെയാണ്, എയിലുള്ള ജനുവരി ജനിച്ചവനെ തന്നെയാണ് തമ്പുരാനെന്ന് സ്പർശിച്ചത്. റെജീനെയും ഈ ജനുവരി തുടങ്ങിയ എയിനെയും രണ്ടുപേരെയും ഒരേപോലെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിഷയത്തെ ഇന്ന് കർത്താവ് അവിടുന്ന് വിടിവിക്കുകയാണ്. അവരിലൂടെ ആ കുടുംബം ഇന്നൊരു സാക്ഷ്യത്തിലേക്ക് വളരാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ പിടിച്ച് ലോർഡ് ജീസസ് ഞാനത് റിലീസ് ചെയ്യുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ലാംസേറ്റേരാലാവ ശലഹ ഫസിയന്തരെ എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സാന്നിധ്യം നിറയട്ടെ. പരിശുദ്ധാത്മാവേ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവാൻ ഓ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാനത് കാണുമ്പം ഈ ഒരു ഡാമേജ് ആയ ഒരു TV, 2 TV ഉണ്ട്. ഒരു TV ഡാമേജ് ആണ്. ആ TV ഈ ഹോളിൽ തന്നെ ഇപ്പൊ ഇരിക്കുന്ന ടിവിയുടെ തൊട്ട് താഴെ തന്നെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഈ ഡാമേജ് ആയ TV. അവിടെ തന്നെ ഞാൻ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ ഞാൻ അവിടെ കാണുവാണ്. ആ വീട്ടിൽ ഞാൻ ആ ഫോട്ടോ കാണുവാണ്. ഈ TV ഇരിക്കുന്നുണ്ട് ഭവനത്തിന്റെ അകത്ത്. ഈ പോയ ഡാമേജ് ആയ TVയും അവിടെ തന്നെയുണ്ട്. കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ ഫോട്ടോ ഞാൻ അവിടെ കണ്ടു. അയാളുടെ ഫോട്ടോ മാത്രം ഞാൻ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളത്തിൽ ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് 17 എന്ന് പറഞ്ഞൊരു കാലപ്പഴക്കം എന്നെ കണ്ടുകൊണ്ടിരിക്കുക. ലോർഡ് ജീസസ്, ഏത് ഭവനത്തിലാണ്? അതാണ് റെജി എന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഹെർണിയയുടെ ലിവർ സിറോസിസ് ആണ് പുള്ളിക്ക്. അപ്പൊ അത് കാരണം സർജറി ഒന്നും നടക്കത്തില്ല, ഭയങ്കര കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. ബ്രദറിനെ ഞാൻ പറഞ്ഞു, മെസ്സേജ് അയച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അന്നേരം ബ്രദർ അന്നേരം ആ സർജറിയുടെ സമയത്ത് ഭയങ്കര ഡോക്ടർ പറഞ്ഞു ലിവർ ഒന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ വരെയും പറയും. പക്ഷെ ആ സർജറി പൂർണ്ണമായിട്ട് സക്സസ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല നടന്നു. പിന്നെ ലിവർ ഒരു 6 വർഷം വരെ ഉള്ളൂ ലിവറിന്റെ ഇത്. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നും പറഞ്ഞു. തെരഞ്ഞ ഇപ്പൊ സുഖമായി. അപ്പൊ അത് റെജി എന്നാ പേര്. എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡാ. പിന്നെ അനിയൻ എന്ന് പറയുന്ന അവന്റെ പുള്ളിക്കാരന്റെ പേര്. ഈ ആലോചന ശ്രദ്ധിച്ചു, അതാ ഞാൻ പറഞ്ഞത്. ഈ ആലോചന റെജി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ എയിൽ തുടങ്ങുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ജനിച്ചിരിക്കുന്നത് ജനുവരിയിൽ. ഈ 3 കാര്യം കൂടെ ചേർന്നുള്ളതായിരുന്നു ആ ആലോചന. ഈ റെജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അയാളുടെ കിഡ്നി റെഡിയാകട്ടെ. ഈ 3 കാര്യവും അടയാളവും 3 അടയാളവും ഒരുമിച്ചുള്ള ഭവനമാണോ ഈ റെജി? എ എന്ന് പറയുന്ന തലമുറ, ജനുവരിയിൽ ജനിച്ച തലമുറ ആണോ? തലമുറയല്ല, പിന്നെ ബ്രദറാ എ തുടങ്ങുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞില്ല. ആ ഭവനത്തിൽ, റെജിയുടെ ഭവനത്തിൽ എയിൽ തുടങ്ങുന്ന ജനുവരിയിൽ ജനിച്ച, അപ്പം ആ വ്യക്തിയോടുള്ള ആലോചനയായിരുന്നു പറഞ്ഞത് കേട്ടോ. എങ്കിലും ഈ റെജിക്ക് വേണ്ടി കൽപ്പിക്കുന്നു. ഈ റെജിക്ക് വേണ്ടി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുവാ. അപ്പൊ ഈ റെജിയുടെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് കൈവച്ച് പറയണമേ, പുതിയ ലിവർ കർത്താവ്, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എന്റെ കർത്താവ് പുതിയ ലിവർ തരും. പുതിയ ലിവർ. കാര്യം ദൈവത്തിന് മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ.
ആമേൻ. ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ്. അപ്പൊ ആ ആലോചന, ആ റെജിയുടെ ഭവനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അടയാളം നിങ്ങൾ ശ്രദ്ധിച്ചോണം. 3 കാര്യം ദൈവാത്മ വെളിപ്പെടുത്തി തോന്നുന്നു. റെജിയുടെ ഭവനം, എയിൽ തുടങ്ങുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ജനിച്ചത് ജനുവരി. അത് 3 ബന്ധപ്പെട്ട് എപ്പോഴും ശ്രദ്ധിച്ചോണേ. കർത്താവ് ഇടപെടുമ്പോൾ നിങ്ങൾ ആലോചനയ്ക്കകത്ത് അടയാളങ്ങൾ നിങ്ങളുമായിട്ട് കറക്റ്റായിട്ട് വരണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സാമ്യം പോരാ, ഊഹാപോഹം പോരാ. ആ ആലോചനയുടെ ബ്ലെസ്സിങ് അവിടെ റിവീൽ ആകാൻ വേണ്ടിയാണ് ആ ഫോക്കസ്. എപ്പോഴും ഓർത്തോണം, ബറിയോന ഷീമോനെ എന്ന് പറയുന്നതും നീ അത്തിയുടെ ചുവട്ടിൽ നദനയിൽ ഇരിക്കുന്നത് പറയുന്നതെല്ലാം ആ വ്യക്തിയെ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്, സ്പിരിച്വൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. 13B എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ കാണുക. 13B, 13B. അതാരുമായിട്ട് റിലേറ്റ് ചെയ്ത 13B എന്ന് പറയുന്ന നമ്പർ, 13B, അങ്ങനെ ഒരു നമ്പർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ നമ്പരുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സ്ഥലത്തെ ഞാൻ കാണുക. ആ ഭവനത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോയി. 13B അഥവാ 13B എന്ന് പറയുന്ന നമ്പരുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ആളാരാ? ലോർഡ് ജീസസ്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ നന്മ കർത്താവിനാൽ സംഭവിക്കും. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കും. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ല എങ്കിൽ സിസ്റ്ററുടെ ഭവനവാദം കറണ്ട് അല്ല സിസ്റ്റർ, അല്ലല്ല, ഇത് വീടാ. 13B എന്നുള്ള വീട്. അതാരാ പറഞ്ഞേ? ഫ്ലാറ്റ് നമ്പരാ അത്. എവിടെയാ സ്ഥലം? എവിടെയാ അത്? എറണാകുളത്താ. ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് സമാധാനവും സന്തോഷത്തിന്റെയും വാഴ്ച ഉണ്ടാകാൻ വേണ്ടി പോവാ. ഇന്ന് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിന്റെ അകത്തുനിന്നും ആ ഭവനത്തിൽ സമാധാനം വാഴാൻ വേണ്ടി പോവാ. ഞാനിങ്ങനെ രക്തം കാണുക, പ്രാർത്ഥിക്കുമ്പോ രക്തം യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോ എല്ലാ ദുഷ്ടന്റെ പദ്ധതികളെയും വെട്ടിമാറ്റുന്നപ്പോ രക്തം വീഴത്തില്ല, രക്തം വീഴത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. പൂർണ്ണ ഡെലിവറൻസ് അവിടെ സംഭവിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് വേദനയുള്ളവരും രോഗമുള്ളവരും കൈയെടുത്തു വെച്ച് യേശുവിന്റെ നാമത്തിൽ കൈയെടുത്തു വെച്ച് കർത്താവിന്റെ അത്ഭുത കാര്യം ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന് പറഞ്ഞ എന്റെ പ്രിയരെ, സൗഖ്യം എന്റെ അവകാശമാണ്. നിങ്ങൾ മ്യൂട്ട് മാറ്റണ്ട. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് കഴിച്ചിട്ട് എനിക്ക് വേദന ചുമക്കത്തില്ല കൽപ്പിച്ച് സൗഖ്യം നിങ്ങൾ അവകാശമാണ്. പ്രാപിക്കണം പ്രിയരെ. അത് അനുഗ്രഹം അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കും. രോഗം അനുഭവിക്കാൻ സ്വന്തമായിട്ടൊന്ന് പ്രവചിച്ച് രോഗം അനുഭവിക്കുവാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്, അനുഗ്രഹം അനുഭവിക്കുവാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു. സൗഖ്യം അനുഭവിക്കുവാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു. വേദന അനുഭവിക്കാനല്ല. രോഗം, ആ മുട്ടിന്റെ അകത്ത് വേദനയുള്ള ചില വ്യക്തികൾ നടക്കാൻ കഴിയാത്ത രീതിയിൽ അസാധാരണമായി അങ്ങനെ ആ വേദന നിമിത്തം നിങ്ങൾക്ക് പ്രാണവേദന പോലെ ഉണ്ടാവുക. കൈയെടുത്ത് വെച്ച 2 മുട്ടലും കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ആ കാലുകളുടെ മേൽ ഒരു തീ കത്തുകയാണ്. കർത്താവെ, രോഗശക്തിയെ, പൈശാചിക ബന്ധനങ്ങളെ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ the power of healing is moving in the name of Jesus Christ. In the name of Jesus Christ. Healing in the name of Jesus Christ. Oh, Farala Bandiria. The power of the healing is moving. Power of the healing is moving. In the name of Jesus Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. കൈയെടുത്ത് ദ പവർ ഓഫ് ദ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വേഗത്തില്ല. പ്രാർത്ഥിച്ചവരെല്ലാം മ്യൂട്ട് മാറ്റിക്കും. കൈവച്ച് പ്രാർത്ഥിച്ചവരെല്ലാം മ്യൂട്ട് മാറ്റിക്കും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ചെക്ക് ചെയ്ത് ആ ശരീരത്തിന്റെ അകത്ത് ചെക്ക് ചെയ്ത് കർത്താവിന്റെ അത്ഭുതം ശരീരത്തിന്റെ മേൽ വ്യാപരിച്ചിരിക്കും. ചെക്ക് ചെയ്ത് ശരീരത്തിന്റെ അകത്തൊരിക്കൽ പൂർണ്ണ വിടുതലുണ്ടെന്ന് പറയുന്നവര്, പൂർണ്ണമായൊരു സൗഖ്യം ശരീരത്തിന്റെ അകത്ത് അനുഭവിക്കുന്നവർ മാത്രം മ്യൂട്ട് മാറ്റിക്ക്. പൂർണ്ണ സൗഖ്യം. ഒന്ന് എണീറ്റ് നടന്നേ. ആ കൈയും കാലും ഒക്കെ ഒന്ന് ശരിക്കും ഒന്ന് കുടഞ്ഞ് ആ വിശ്വാസത്തിന്റെ ആക്ഷനുകളൊന്ന് കാണിച്ച് ആ എടുക്കാൻ കഴിയാത്ത ഭാരം ഒന്ന് എടുത്ത്
ഓ പരിശുദ്ധാത്മാവി, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ലോർഡ് ജീസസ്, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്ന് ചെക്ക് ചെയ്തേ. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു പൂർണ്ണ സൗഖ്യം ഉണ്ടെന്ന് പറയുന്നവർ മാത്രം ചെക്ക് ചെയ്ത് വേഗത്തിൽ ചെക്ക് ചെയ്തേ. ഷൽഖന റീഖാമ സാറ്റല റിയാന്തിരി. ബ്രദറെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ബ്രദറെ, എനിക്ക് അടുത്ത മാസം ഒരു 5 ലക്ഷം രൂപ കിട്ടേണ്ട ആവശ്യമുണ്ട് ബ്രദറെ. ചോദിച്ചെടുത്തൊന്നും കിട്ടിയിട്ടില്ല. സ്ഥലം 5 ലക്ഷം രൂപയ്ക്ക് അഡ്വാൻസും കൊടുത്തു. ബാക്കി 5 ലക്ഷം രൂപ സെപ്റ്റംബറിൽ കൊടുക്കണം. ഈ വചനം പറഞ്ഞ് കൽപ്പിച്ചോണം. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കുന്ന യഹോവയിൽ നിന്ന് വരുന്നു. കേട്ടോ, ഈ വചനം പറഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതി. വഴി ദൈവം തുറന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്തൊരു സൗഖ്യം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പൂർണ്ണ സൗഖ്യം, ആശ്വാസമല്ല, അത്ഭുതം. എന്റെ ശരീരത്തിൽ പൂർണ്ണമായ മാറ്റം അനുഭവിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം, ലോർഡ് ജീസസ്, അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കും. അവർ മാത്രം, സാക്ഷ്യമുള്ളവർ മാത്രം. ഈ മ്യൂട്ട് മാറ്റിയവര് സാക്ഷ്യം പറയാനുള്ളവരല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യുക. സൗഖ്യം പൂർണ്ണമായി അനുഭവിക്കുന്നവർ മാത്രം. ഞാൻ പറഞ്ഞല്ലോ, ആശ്വാസമല്ല, പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്നവർ. കാര്യം സൗഖ്യം നമ്മുടെ അവകാശമാണ്. പൂർണ്ണ വിടുതലാണ് യേശു നേടിത്തന്നിരിക്കുന്നത് കാൽവരി ക്രൂശിലൂടെ. അത് അനുഭവിക്കുന്നവർ. ഈ LC ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. LC ജോൺ, അതാരുടെ ഭവനമാണ്? LC ജോൺ. LC ജോണുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ദൈവം ഒന്ന് അയക്കാൻ വേണ്ടി പോവാം. എന്നാ ഭവനത്തിന്റെ അകത്ത് ഒരു വിശാലത ദൈവം ഒരുക്കാൻ വേണ്ടി പോവാം. സമാധാനത്തിന്റെ അന്തരീക്ഷം തമ്പുരാൻ ഒരുക്കുക. LC ജോണിനെ ഞാനിന്ന് റിലീസ് ചെയ്യുന്നപ്പ ഇപ്പോൾ തന്നെ കർത്താവ് കൃപ അവിടെ പെരുകുന്നല്ലോ. എന്നാ ഭവനവും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ഏറ്റെടുത്തോണെ. ദൈവം ആ ഭവനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവർത്തിക്കായിട്ട് വേർതിരിക്കാൻ വേണ്ടി പോവാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ. ഇപ്പൊ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതൊന്നുകൂടി പറയുമോ പാസ്റ്ററെ? ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ പാസ്റ്റർ. പ്രോപ്പർട്ടിയുടെ കാര്യമോ? ആ, കുറച്ചു മുമ്പേ. പ്രോപ്പർട്ടിയുടെ കാര്യം ഏത് ആലോചനയായിരുന്നു പറഞ്ഞത്? ഞാനത് കംപ്ലീറ്റ് ആയിട്ട് കേട്ടില്ല, ഞാൻ ഓർക്കുന്നില്ല സിസ്റ്ററെ. ഞാൻ പ്രോപ്പർട്ടി ആ സ്ഥലത്ത് ഈ ഫ്ലാറ്റിന്റെയാ പറഞ്ഞത്. നമ്പറിന്റെ അല്ല, അതിന് മുമ്പായിട്ട് പാസ്റ്റർ പറഞ്ഞായിരുന്നു ഒരു പ്രോപ്പർട്ടിയുടെ. ഓമല്ലൂർ സിസ്റ്റർ, ഓമല്ലൂർ അല്ലേ? ആ, ഓമല്ലൂര് വസ്തു സംബന്ധമായിട്ട് ഒരു ഇത് പറഞ്ഞു. ആ അതായിരുന്നു ഞാൻ പറഞ്ഞില്ല. ആലോചന വരുമ്പോൾ നിങ്ങളത് കഴിവെങ്കിൽ ഒരു പേപ്പറിൽ വരെ നോട്ട് ചെയ്യുക. ആ സമയത്ത് എൻ്റെ ഉള്ളത്തിൽ ഇടപെടുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിലപ്പോൾ അത് ഓർക്കണം നിർബന്ധമില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആ സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇപ്പോൾ അത് ലൈവിലും അത് കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അത് കേൾക്കാൻ പറ്റും. ഈ സമയത്ത് സാക്ഷ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ലോർഡ് ബ്രദറെ. ആ ബ്രദറെ, 30-ാം തീയതി ബ്രദർ പറഞ്ഞ 2 ആലോചന ഞാൻ ഏറ്റെടുക്കുകയാണ്. 30-ാം തീയതിയിലത്തെ മെസ്സേജ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ കേട്ടത്. ഒന്ന്, ബ്രദർ പറഞ്ഞ പേഴ്സിനകത്ത് ചെറിയൊരു ഫോട്ടോയും ചില്ലറ പൈസ ഇട്ടിരിക്കുന്നത്, അത് എന്റെ കയ്യിലുണ്ട്. പിന്നെ സുരേഷ് എന്ന് പറഞ്ഞ എന്റെ മമ്മിയുടെ ഒരു കൊച്ചച്ഛന്റെ മോനാണ്. പുള്ളിയും വിശ്വാസത്തിലാണ്. പുള്ളി പൊതു ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ പപ്പാടെ ഒരു ചേട്ടനും സുരേഷുണ്ട്. പിന്നെ രണ്ടാമത് ബ്രദർ പറഞ്ഞു സുമേന്നൊരു പേര് പറഞ്ഞു. ഒരു മാർച്ച് 13-ന് ഞാൻ റേഷൻ കാർഡിന് അപ്ലൈ ചെയ്തായിരുന്നു. ഒരു മാസം കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഏറ്റെടുത്ത് കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? 91 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ ദൂതന്മാരെ അയച്ച് നിന്റെ കാൽ കല്ലിൽ പോകാതിരിക്കേണ്ട വിധം നിന്നെ കാത്തുകൊള്ളുവന്നു. ഇന്ന് ഞാൻ വണ്ടി ഓടിച്ചു പോയപ്പോ അങ്ങ്
ഒരു റോഡ് ഇച്ചിരി ഒന്ന് ഇതായിട്ട് കിടന്നു. ഞാൻ ഇങ്ങനെ പോയതും അതങ്ങ് സ്ലിപ്പായി മറിഞ്ഞ് വീഴേണ്ടതായിരുന്നു. വീണ് കഴിഞ്ഞാൽ ഒരു മതിലിൽ ചെന്ന് ഇടിക്കുമായിരുന്നു. പക്ഷേ ദൈവം എന്നെ കാത്തു. നന്ദി കർത്താവെ, അങ്ങ് പരിപാലിച്ച കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബ്രദറെ, എനിക്ക് യൂട്രസ് ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭാരമുള്ള സാധനങ്ങൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ധൃതി പിടിച്ച് നടക്കുമ്പോഴൊക്കെ എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അജിത സിസ്റ്ററിനെ വിളിച്ച് എപ്പോഴും എല്ലാ ദിവസവും അജിത സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ കർത്താവ് എനിക്ക് അത്ഭുതകരമായി സൗഖ്യം തന്നു. സൗഖ്യം തന്നതിനായി ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എനിക്കൊരു സാക്ഷ്യം കൂടെ ഉണ്ട് ബ്രദറെ. എന്റെ അച്ഛന് ഏകദേശം ഒരു 80 വയസ്സുണ്ട്. അപ്പൊ അച്ഛൻ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കണായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിക്കകത്തേക്ക് പോകുമ്പോഴത്തേക്കും മുറ്റത്തേക്ക് വീണായിരുന്നു. വീണപ്പ എന്റെ അച്ഛന് ഒരാപത്തും വരുത്താണ്ട് കർത്താവ് കൃപ കൊടുത്ത്, അതായത് ഒരാപത്തും വന്നില്ല. കൈക്കോ കാലിനോ ഒരു ഒടി പോലും വരാണ്ട് ദൈവം സൂക്ഷിച്ച കൃപക്കെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. എന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ യൂട്രസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, നടക്കാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. സിസ്റ്റർ ഒട്ടും ബുദ്ധിമുട്ട്, വേദനയില്ല? ഇല്ല, പൂർണ്ണ സൗഖ്യമായി. അതെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തക്ക സമയത്ത് സഹോദരങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, ബലം കൊടുത്തല്ലോ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞോ. ആ ഹലോ, പറഞ്ഞോ. ഞാൻ പറഞ്ഞോട്ടെ ബ്രദറെ? ആ, ഇന്നലെ മോൻ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു സൗദിയില്. ആദ്യം ഒരെണ്ണം പോയി, അവന് കിട്ടിയില്ലായിരുന്നു. ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് അവന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ മറ്റൊരു വിഷയം പറയാനുള്ളത്, ഞങ്ങൾ കുടുംബമായിട്ട് സൗദിയിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ മോൾക്കും കുഞ്ഞിനും ഇത് കിട്ടി, വിസയുടെ സാങ്ഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പം ഞങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ബ്രദറിന്റെ ആലോചന പ്രകാരമാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. തുടർന്നും ബ്രദറിന്റെ പ്രാർത്ഥന ഉണ്ടാകണം. പിന്നെ അവന്റെ ജോലി സ്ഥലത്ത് കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ട്, ബ്രദറിന്റെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. പിന്നെ വേറൊരു വിഷയം കൊണ്ടുണ്ട്. ഞാൻ മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കൈക്ക് പെട്ടെന്നൊരു വേദന വന്നു. ഞാൻ അവരെ തൊട്ട് പ്രാർത്ഥിച്ച് ബ്രദർ പറഞ്ഞുകൂടെ ഇപ്പൊ എനിക്ക് സൗഖ്യമുണ്ട്. ഇതെല്ലാം എന്റെ സാക്ഷ്യമായിട്ട് എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത സൗഖ്യത്തിനും വിടുതലിനും നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. യേശു കർത്താവിന്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ആ, പറഞ്ഞു. എന്റെ മോന് ഒരാഴ്ചയായിട്ട് മദ്യപാനമായിരുന്നു. ഇന്നലെ ഏതായാലും അത് നിർത്തി, ഇന്ന് ജോലിക്ക് പോയി. 4 ദിവസം ജോലിക്ക് ഒന്നും പോയില്ല. കൂടെ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് അത്. എന്തായാലും മദ്യപാനം നിർത്തിയിട്ടുണ്ട്, ജോലിക്കും പോയി. പൂർണ്ണ സൗഖ്യമായി, സോറി വിടുതലായി. അതെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹലോ, സ്വോത്രം. ഗോഡ് ബ്ലെസ്. പറഞ്ഞു. വേറെ സ്വോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാട്ടെ. മിനിഞ്ഞാന്നത്തെ മീറ്റിങ്ങില് മിനിഞ്ഞാന്ന് വൈകിട്ട് ഞാൻ മുറ്റത്തിറങ്ങി ഒരു 1:30 ആയപ്പോ എന്റെ ഹൃദയത്തോട് ഇങ്ങനൊരു വചനം ഇടപെട്ടു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ മത്തായിയുടെ സുവിശേഷം 21:21 പറയുന്നത്, ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിപ്പിൻ. മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിന്റെ 11:22 പറഞ്ഞു, ഹൃദയ സംശയിക്കാതെ വചനത്തിൽ വിശ്വസിപ്പിക്കുന്ന ആ 2 വചനവും വൈകിട്ട് 1:30 ആയപ്പോ എന്റെ ഹൃദയത്തോട് ഇടപെട്ടു. ഭയങ്കരമായ ഒരു ബ്ലെസ്സിങ് ഞാൻ നിൽക്കുകയായിരുന്നു. അതിന്റെ പിറ്റേ ദിവസം വൈകിട്ടാണ് ബ്രദർ ആ വചനം തന്നെ എടുത്ത് സംസാരിക്കാനിടയായ. ഭയങ്കര മെറിക്കിളായി പോയി എനിക്കത്. തീർച്ചയായിട്ടും കർത്താവ് ഊട്ടി ഉറപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വീര്യപ്രവർത്തികളെ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ അനുഭവിക്കാം. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുമെന്ന് വചനം പറയുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദിയോടെ പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ അത്ഭുതങ്ങളാൽ